Hello students, JE ഫൈനൽ ലാപ്പ് ഫിസിക്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫിസിക്സിലെ JEE ലെവലുണ്ടാകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നാലും നമുക്കറിയാം കുറേ സീരീസുകളായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റേസ് ഏഗൺ ചാനലിൽ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു JEE ഫിസിക്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചാനലാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഞാൻ ഇൻട്രൊഡക്ഷനിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. ക്വസ്റ്റ്യൻ നോക്കണേ. എ വെരി ലോങ് സോളിനോയിഡ് ഓഫ് റേഡിയസ് ആർ ഈസ് ക്യാരിങ് എ കറണ്ട് I of t ഈസ് ഈക്വൽ ടു KT e raised to minus alpha t where k is greater than 0, a function of time t greater than 0. Counterclockwise current is taken to be positive. A circular conducting coil of radius 2r. A circular current, okay, of radius 2r is placed in the equatorial plane of the solenoid and concentric with the solenoid. The current induced in the outer coil of, okay, current induced in the outer coil is correctly depicted as the function of the time. So ഇവിടെ നമുക്ക് കാണേണ്ടത് ഈ കറണ്ട് ടൈം റിലേഷൻ ഗ്രാഫാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. സോ എന്തായിരുന്നാലും നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ കൃത്യമായിട്ട് ഈ ഇൻഡ്യൂസ്ഡ് EMFനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ശ്രദ്ധിക്കണേ, നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം ഇവിടെ ഉണ്ടാകുന്ന ഫ്ലെക്സ് കാണാം. E ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? d∅dt ആണ് നമ്മുടെ ഇക്വേഷൻ. നോക്കണേ, E ഈസ് ഈക്വൽ ടു d∅dt ആണ് നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അതാണ് E ഈസ് ഈക്വൽ ടു d∅dt. E ഈസ് ഈക്വൽ ടു d∅dt. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് കറണ്ട് കാണാം. പറഞ്ഞ മക്കളെ, എന്താ കറണ്ട് ഇക്വേഷൻ? കറണ്ട് ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ R ആണ്. അപ്പോൾ കറണ്ട് കാണാൻ പറ്റും. I ഈസ് ഈക്വൽ ടു E ഡിവൈഡ് ബൈ R. EMF ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ തന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആദ്യമായിട്ട് കാണേണ്ടത് ഇവിടെ എന്ത് കാണണം? ഫ്ലെക്സ് കാണണം എന്നുള്ളതാണ്. നമുക്ക് ആദ്യം കാണേണ്ടത് ഫ്ലെക്സ് ആണ്. എന്ത് ഫ്ലെക്സ് ആയിരിക്കും? മാഗ്നറ്റിക് ഫ്ലെക്സ് ആണ്. ഓക്കെ, കറണ്ടിന്റെ കോയിൽ, ഒരു സോളിനോയിഡ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഫ്ലെക്സ് കാണാം. പറഞ്ഞ എന്താ ഫ്ലെക്സ്? മാഗ്നറ്റിക് ഫ്ലെക്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫൈ ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഇക്വേഷൻ വരുന്നത്? ഫൈ ഈസ് ഈക്വൽ ടു BA അല്ലെങ്കിൽ B.A അല്ലെങ്കിൽ BA കോസ് തീറ്റ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ BA ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തീറ്റ 0 ആണ്, കോസിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ BA. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡ് കാണാം. ഒരു കോയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമുക്കറിയാം μ0 NI ആണ്. പിന്നെ അവിടെ എന്ത് വരും? ഇൻറ്റു A എന്ന് വരും. ആണോ, ഇവിടെ മാഗ്നറ്റിക് ഫ്ലെക്സ് ഡിപ്പെൻഡ്സ് ഓൺ കറണ്ട്. മാഗ്നറ്റിക് ഫ്ലെക്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മക്കളെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കറണ്ട് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്ലെക്സ് μ0 NA അവിടെ ഇരിക്കട്ടെ. I എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് KT E raised to minus alpha t ആണ് നമ്മുടെ കറണ്ട് വരുന്നത്. അപ്പോൾ ഫ്ലെക്സ് കിട്ടിയല്ലോ, ഫ്ലെക്സ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫ്ലെക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കാണാമല്ലോ മക്കളെ. E ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ നമുക്ക് വളരെ ക്ലിയർ ആണ്. E ഈസ് ഈക്വൽ ടു മൈനസ് എന്തായിരുന്നു? d∅dt ആണ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആ EMF നോക്കിയൊക്കെ ഫൈൻ്റെ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് ഫൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ ഓർത്തിരിക്കണേ, മൈനസ് എന്ത് പറയും? d/dt ഓഫ് ഫൈ. പറഞ്ഞ ഫൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം μ0 NA KT E raised to minus alpha t ആണ്. നോക്കണേ, ഇവിടെ കോൺസ്റ്റന്റ് ടേമിനൊക്കെ ഡിഫറൻസിയേഷന് പുറത്തെടുക്കുന്നു. അപ്പോൾ മൈനസ് d∅dt നെഗറ്റീവ് ടേമിനൊക്കെ ഡിഫറൻസിയേഷന് പുറത്തെടുക്കാൻ പോവാണ്. നോക്കി, കോൺസ്റ്റന്റ് ടേമിനൊക്കെ ഡിഫറൻസിയേഷന് പുറത്തെടുക്കാം. ഏതാ നമ്മുടെ കോൺസ്റ്റന്റ് ടേമുകൾ? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കോൺസ്റ്റന്റ് ടേമുകൾ ആരൊക്കെയാണ്? μ0 കോൺസ്റ്റന്റ് ആണ്, N കോൺസ്റ്റന്റ് ആണ്, A കോൺസ്റ്റന്റ്, K കോൺസ്റ്റന്റ്. ഇതിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി d/dt ഓഫ് എന്തുണ്ടായിരിക്കും? T E raised to minus alpha t ആണല്ലോ മക്കളെ. ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ EMF കിട്ടും. EMF കിട്ടിക്കഴിഞ്ഞാൽ we can get the current I. നോക്കണേ, അങ്ങനെയാണെങ്കിൽ EMF E ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചു നോക്കിയേ, EMF E ഈസ് ഈക്വൽ ടു മൈനസ് μ0 NA K. പറഞ്ഞേ, ഇവിടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. രണ്ട് ഫംഗ്ഷൻ പ്രൊഡക്റ്റീവ് ഫോമിലാണ്. സോ പ്രൊഡക്റ്റ് റൂൾ പ്രകാരം നമുക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു E raised to minus alpha t ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ആൽഫ ഇൻറ്റു E raised to minus alpha t പ്ലസ്
സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ടിയുടെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും. ഓർത്തിരിക്കണേ, ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇ റേസ് ടു മൈനസ് ആൽഫ ടി ഈ കാണുന്ന രണ്ട് ടേമിലും കോൺസ്റ്റന്റ് ആണ്. ഇ റേസ് ടു മൈനസ് ആൽഫ ടീനെ കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ പുറത്തെടുക്കാം, കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് മൈനസ് എന്തായിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. ബാക്കി മ്യൂ 0 എൻ എ കെ ഇ റേസ് ടു മൈനസ് ആൽഫ ടീനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇനി ബാക്കി ആരുണ്ടായിരിക്കും, ആൽഫ ഉണ്ടായിരിക്കും, ആൽഫ ടി ഉണ്ടായിരിക്കും, പ്ലസ് ഇവിടെ ആരുണ്ടായിരിക്കും, 1 ഉണ്ടായിരിക്കും. ഓർത്തിരിക്കണേ, ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഇക്വേഷൻ. മറന്നു വരുത്. സോ ദിസ് റിലേഷൻ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കണേ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കട്ടോ, ഇവിടെ മൈനസ് ഉണ്ട്. സോ ഇറ്റ് ഇസ് മൈനസ്. ഓക്കെ, മൈനസിന്റെ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇ എം എഫിന്റെ വാല്യൂ കിട്ടുന്നത് നോക്കിക്കേ, മൈനസ് മ്യൂ 0 എൻ എ കെ എന്ത് കിട്ടും, ഇ റേസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു 1 മൈനസ് ആൽഫ ടി. ഓർത്തിരിക്കണേ, ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇതാണ് ഇ എം എഫിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഫൈൻഡ് ദി കറണ്ട്. പറഞ്ഞ മക്കളെ, എങ്ങനെ കറണ്ട് കാണാം, ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ആണ്. ഇ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഇ എം എഫ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ ഇ എം എഫ് ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ ഞാൻ ക്യാപിറ്റൽ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മ്യൂ 0, അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ മ്യൂ 0 എൻ എ കെ ഇ റേസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു 1 മൈനസ് ആൽഫ ടി ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ടായിരിക്കും, റെസിസ്റ്റൻസ് ആർ എന്ന് വരും. ക്ലിയർ ആണല്ലോ. യെസ്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കി നോക്കിയേ, നമുക്കിവിടെ തന്ന 3 ഗ്രാഫുകൾ ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കിയേ. ഈ 3 ഗ്രാഫുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഗ്രാഫ് അറ്റ് ടി ഈക്വൽ ടു 0 നമുക്ക് കറണ്ട് മൈനസ് ആ വരുന്നത്. മറ്റൊരു ഗ്രാഫ് ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ടൈമിൽ കറണ്ട് പ്ലസ് ഐ ആണ്. മറ്റു 2 ഗ്രാഫുകൾ 0 ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാല്യൂ കൊടുത്ത് നോക്കി. എന്നെ വാല്യൂ എടുക്കുക, അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 പറഞ്ഞേ. ഈ കാണുന്ന ഇക്വേഷനിൽ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നോക്കി, ഇതെന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. നോക്കണം, ഇത് 0 ആയിട്ട് മാറും. ഇ റേസ് 0ന്റെ വാല്യൂ എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. ആ സമയത്ത് ടി 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി, മൈനസ് മ്യൂ 0 എൻ എ കെ ഡിവൈഡഡ് ബൈ ആർ എന്നാണ് നമുക്ക് കറണ്ട് വരുന്നത്. പറഞ്ഞേ, കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ്, കറണ്ട് എന്താണ്, നെഗറ്റീവ് ആണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, കറണ്ട് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ ടി ഈക്വൽ ടു 0 ആണെങ്കിൽ കറണ്ട് ഐൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് വളരെ കൃത്യമാണല്ലോ. അപ്പോൾ ഓർത്തിരിക്കണേ, ഇവിടെ നമുക്ക് കിട്ടാൻ ആ ടീൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് കറണ്ട് നെഗറ്റീവ് ആകുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതാരാണ്, ഓപ്ഷൻ എ. സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഓക്കെ, ഇതിന്റെ ബാക്കി ഫംഗ്ഷൻ നോക്കിക്കേ. ടൈം കൂടുന്തോറും ഫസ്റ്റ് എന്ത് ചെയ്യും, ഈ കാണുന്ന കറണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് കൊണ്ടിരിക്കും. അതൊരു മാക്സിമം വാല്യൂ എത്തും. അതിനുശേഷം എന്ത് ചെയ്യും, അത് ഡിക്രീസ് ചെയ്യും എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. സോ ഓപ്ഷൻ എ ഈസ് അവർ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത്, ഇൻ എ കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 100 ഓം. അപ്പോൾ 100 ഓം റെസിസ്റ്റൻസ് വരുന്ന ഒരു കോയിലാണ്. കറണ്ട് ഇൻഡ്യൂസ്ഡ് ബൈ ദി ചേഞ്ച് ഇൻ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. യെസ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചേഞ്ച് ഇൻ ഫ്ലക്സ് ത്രൂ ദി കോയിൽ. പറഞ്ഞേ, ഈ കോയിലൂടെ ഉണ്ടാകുന്ന മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് കാണേണ്ടത് ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ്. സോ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാണണമെങ്കിൽ വളരെ കൃത്യമാണ്. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ നമുക്കറിയാം, ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ ആയിരിക്കും. പറഞ്ഞ മക്കളെ, നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ. യെസ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ, മൈനസ് ഡി ഫൈ ബൈ ഡി ടി ആണ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ നമുക്ക് പറയാം ഡി ഫൈ ബൈ ഡി ടി ആണ്. ഓർത്തിരിക്കണം, ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി ടി. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി ടി. യെസ്, റൈറ്റ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണേ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ വാല്യൂ ഡി ഫൈ ബൈ ഡി ടി ആണ്. നമുക്കിവിടെ തന്ന ഗ്രാഫ് ഒന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നോക്കി, കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കി. നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രാഫ് ദാറ്റ് ഈസ് കറണ്ട് ടൈം റിലേഷൻ ആണ്. യെസ്, ദിസ് കറണ്ട് ടൈം റിലേഷൻ ഗ്രാഫാണ്. അപ്പോൾ കറണ്ട് ടൈം റിലേഷൻ കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ ഐ ആർ ആണ്. ഇ എന്ന് പറഞ്ഞാൽ ഐ ആർ ആണല്ലോ. സോ ഓർത്തിരിക്കണേ, അപ്പോൾ ഇക്ക് പകരം ഐ ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കി നോക്കി, ഐ ആർ ഈസ് ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി ടി. ഇവിടുന്ന് നമുക്ക് ഫ്ലെക്സ് കാണാം. സോ വെരി ക്ലിയർ.
നോക്കി എങ്ങനെ ഫ്ലെക്സ് കാണാം. അപ്പൊ ഡി ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഇന്റഗ്രൽ ഐ ആർ ഡി ടി എന്ന് പറയാം. ഇന്റഗ്രൽ ഐ ആർ ഡി ടി എന്ന് പറയാം. ഇവിടെ ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ റെസിസ്റ്റൻസിനെ നമുക്ക് പുറത്തെടുക്കാം. ഈ ഗ്രാഫിൽ നിന്ന് വളരെ ക്ലിയർ കറണ്ട് വേരിയിങ് ആണ്. കറണ്ട് ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടൈം ആണ്. അപ്പൊ റെസിസ്റ്റൻസിന് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു അല്ലേ. അപ്പൊ ഇന്റഗ്രൽ ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ആറിനെ പുറത്തെടുത്താൽ ഐ ഡി ടി എന്ന് വരും. പറഞ്ഞ ഇന്റഗ്രൽ ഡി ഫൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഫ്ലെക്സ് ആയിരിക്കും. ഫൈനൽ ഫ്ലെക്സ് മൈനസ് ഇനീഷ്യൽ ഫ്ലെക്സ് നമുക്കവിടെ കിട്ടുന്നത് ചേഞ്ച് ഇൻ ഫ്ലെക്സ് ആ. അപ്പൊ ചേഞ്ച് ഇൻ ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇന്റഗ്രൽ ഐ ഡി ടി. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. നോക്കി ഇന്റഗ്രൽ ഐ ഡി ടി. നോക്കി ഐ ഡി ടി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഐ ഡി ടി. ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു, മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആണ് അല്ലെ ഐ ടി. ഇന്റഗ്രൽ ഐ ഡി ടി എന്ന് പറഞ്ഞാൽ അവ സ്വാഭാവികമായിട്ടും കറണ്ട് ടൈം ഗ്രാഫിന്റെ അണ്ടറിൽ ഉണ്ടാകുന്ന ഏരിയ ആയിരിക്കും ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. സംശയമില്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് മക്കളെ. നമ്മൾ ഇതിന് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇന്റഗ്രേറ്റിംഗ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. നോക്കണേ, അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ മീൻസ് ഇതിന്റെ അണ്ടറിൽ ഉണ്ടാകുന്ന ഈ ഏരിയയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഏരിയ ആയിരിക്കും നമുക്കതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നോക്കി, അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാം ഡെൽറ്റ ഫൈ അഥവാ ചേഞ്ച് ഇൻ ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇതിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. സോ ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. 100 ഓം റെസിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എത്ര ഇരിക്കും നമുക്കറിയാം, 0.5 സെക്കൻഡ് ആണ്. 0.5 സെക്കൻഡ് ആണ് നമുക്ക് ബേസ് വന്നിട്ടുള്ളത്. ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, ദാറ്റ് ഈസ് 10 ആംബിയർ. ഓർത്തിരിക്കണേ, ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ. സോ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ഫ്ലെക്സ്. സോ ഈ 1/2 ഈ 10 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇറ്റ്സ് അപ്രോക്സിമേറ്റ് നമുക്ക് എന്ന് പറയാം ദാറ്റ് ഈസ് 5 എന്ന് വരും. 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ആ 1/2 100 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് കിട്ടുന്ന ആൻസർ അബൌട്ട് 250 ആണ്. 250 വെബർ ഇസ് ദി ചേഞ്ച് ഇൻ ഫ്ലെക്സ്. ഓർത്തിരിക്കണേ. സോ വളരെ കൃത്യമായിട്ട് പറയാം 250 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണം, ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിൾ അല്ലേ. ഓക്കെ, ജസ്റ്റ് ഒരു ലോജിക് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഐ ടി ഗ്രാഫിൻ്റെ അണ്ടറിൽ ഉണ്ടാകുന്ന ഏരിയയാണ്, അല്ലെങ്കിൽ ഐ ടി ഗ്രാഫിൻ്റെ അണ്ടറിൽ ഉണ്ടാകുന്ന ഏരിയ കണ്ടാലും ഏരിയയാണ് ഇന്റഗ്രൽ ഐ ഡി ടി എന്നുള്ളത്. നമ്മൾ ഇവിടെ മാത്രമല്ല കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലും കൃത്യമായിട്ട് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ യെസ്, സോ ലെറ്റ്സ് ഗോ ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, an infinitely long straight wire carrying a current I, one slide open rectangular loop and a conductor C with a sliding connector are located in the same plane as shown in the figure. The connector has length L and resistance R. It slides to the right with a velocity of V. Okay, അപ്പോൾ slide to right with a velocity V. The resistance of the conductor and the self-inductance of the loop are negligible. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ റെസിസ്റ്റൻസും അതേപോലെ തന്നെ സെൽഫ് ഇൻഡക്റ്റൻസും എന്ത് ചെയ്യുന്നുണ്ട്, നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദി ലൂപ്പ് ആസ് എ ഫംഗ്ഷൻ ഓഫ് സെപ്പറേഷൻ ആർ ബിറ്റ്വീൻ ദി യെസ്. സോ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് നമുക്ക് കാണേണ്ടത്. സോ യു വാണ്ട് ടു ഫൈൻഡ് ദി ഇ എം എഫ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഡയഗ്രാം വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യനിലെ ഡയഗ്രാം. ഓർത്തിരിക്കണേ, ഇതായിരുന്നു നമ്മുടെ ഡയഗ്രാം. ഓക്കെ, ഡയഗ്രാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നോക്കണേ, അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിലൂടെ ഒരു ഐ എന്ന് പറഞ്ഞ കറണ്ട് കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എന്തുണ്ടായിരുന്നു, ഒരു എലമെന്റൽ പോർഷൻ, അതൊരു വി എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ ആ കാണുന്ന റെക്ടാംഗിൾ ഷേപ്പിലൂടെ റൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വി എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, റൈറ്റ്. സോ സ്വാഭാവികമായിട്ടും ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, നോക്കിക്കേ, ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ടായിരുന്നു, ഇതിലൂടെ ഒരു ഐ എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, റെക്ടാങ്കുലർ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു എലമെന്റൽ പോർഷൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്റഗ്രേഷനിലേക്ക് പോകുന്നു. നോക്കാം, കാരണം ഇന്റഗ്രേഷനിലേക്ക് പോകാനുള്ള റീസൺ ഒക്കെ നമുക്കറിയാം. ഇവിടെ ഏരിയ വേരിയബിൾ ആണ്. ഓക്കെ, ദാറ്റ്സ് എ പ്രോബ്ലം. നോക്കാം, എന്തായിരുന്നാലും നമുക്ക് ആദ്യം ഇ എം എഫ് കാണണമെങ്കിൽ ആദ്യം നമുക്ക് ഫ്ലെക്സ് കാണണം. സോ മാഗ്നറ്റിക് ഫ്ലെക്സ് കാണണം. സോ മാഗ്നറ്റിക് ഫ്ലെക്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ ലെങ്ത് എൽ ആണെന്നറിയാം. ഈ കാണുന്ന എലമെന്റൽ ഡിസ്റ്റൻസ് ഇതിനെ ഞാൻ ഡി ആർ എന്ന് വിളിക്കുന്നു. ആ എലമെന്റൽ പോർഷനിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആർ എന്ന് വിളിക്കുന്നു. ഓക്കെ, യെസ്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മോഷൻ കാരണം അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന നമുക്ക് മാഗ്നറ്റിക് ഫ്ലെക്സ് കാണാം. പറഞ്ഞ മക്കളെ, മാഗ്നറ്റിക് ഫ്ലെക്സിന്റെ ഇക്വേഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഫൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ബി എ ആണ് ഇക്വേഷൻ. സോ നോക്കണേ, ഫൈ ഈസ് ഈക്വൽ ടു ബി എ.
അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു കണ്ടക്ടറിലൂടെ ഈ ഐ എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഉറപ്പല്ലേ? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. എത്ര മാഗ്നറ്റിക് ഫീൽഡ്? ഒരു കണ്ടക്ടറിലൂടെ ഐ എന്ന് പറഞ്ഞ കറണ്ട് പോകുമ്പോൾ ആ ആർ ഡിസ്റ്റൻസ് അകലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആംബിയർ സർക്യൂട്ട് ലോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞ മക്കളെ, ബി ഈസ് ഈക്വൽ ടു എത്രയാ? μ0I/2πr ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ആ എൽ ലെങ്ത് ഉള്ള ആ ഐ എന്ന് പറഞ്ഞ കറണ്ട് ആ കണ്ടക്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ആർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി നോക്കിക്കേ, ഇതിന്റെ ഏരിയ നമുക്ക് കാണാം. ഈ എലമെന്റൽ പോർഷന്റെ ഏരിയ എ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എൽ ആണ്, ബ്രെഡ്ത്ത് ഡി ആർ ആണ്. ഇതാണ് ഏരിയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് കാണാം. പറഞ്ഞേ μ0I/2πr ഇൻറ്റു LdR എന്ന് വരും. നോക്കണേ, ഇറ്റ് ഈസ് ദി ഫ്ലക്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കണേ, മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇൻഡ്യൂസ് EMF ആണല്ലോ. പറഞ്ഞ E ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഇക്വേഷൻ? E ഈസ് ഈക്വൽ ടു d∅/dt ആണ്. d∅/dt ആണ് ഇക്വേഷൻ. ഓർത്തിരിക്കണേ. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സബ്സ്റ്റാണ് നമ്മുടെ ഫൈൻ്റെ വാല്യൂ. അതിൽ കോൺസ്റ്റന്റ് ടേമിനൊക്കെ ഡിഫറൻസിയേഷന് പുറത്തെടുക്കുകയാണ്. സോ നോക്കിക്കേ, ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് ടേമിന്? μ0I/2πr ഉണ്ടായിരിക്കും. ഓക്കെ, ബാക്കി എന്തുണ്ടായിരിക്കും? മുകളിൽ LdR. ഓക്കെ, L ഉണ്ടായിരിക്കും. ബാക്കി dR/dt. dR/dt. യെസ്, റൈറ്റ്, dR/dt. സോ വളരെ വ്യക്തമാണ്. ഇവിടുന്ന് dR/dt എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സോ ഇറ്റ് വെലോസിറ്റി ആണല്ലോ. dR/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന EMF എന്ന് പറഞ്ഞാൽ μ0IL/2πr into V, where V is the velocity. ഇത് വെലോസിറ്റി ആണ്. സോ V വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ EMF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണേണ്ടത് സ്വാഭാവികമായിട്ടും ദാറ്റ് ഇസ് ദി കറണ്ട്, ഓർ നമുക്ക് കാണേണ്ടതായിരുന്നു EMF ആണ് കാണേണ്ടത് അല്ലേ? സോ EMF ഇവിടുന്ന് കിട്ടും. യെസ്, കറണ്ട് കാണും അല്ലേ? സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദി ലൂപ്പ്. കാണേണ്ടത് കറണ്ടാ. EMF കിട്ടിയാൽ കറണ്ട് കാണാൻ ഒരു പ്രയാസമല്ല, വളരെ ഈസിയാണ്. I ഈസ് ഈക്വൽ ടു E/R, where R is the resistance. പറഞ്ഞ് ഇതാണ് E. അതിന് R കൊണ്ട് റെസിസ്റ്റൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് μ0ILV/2πr capital R is the current induced in it. നോക്കണേ, ഇതായിരിക്കും അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് റിലേഷൻ. ഓക്കെ, സോ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പോകാം. μ0/2π ആണ് വരുന്നത്. 2π ക്യാപിറ്റൽ R സ്മോൾ r ഇൻറ്റു ILV. നോക്കി, ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. μ0ILV/2πr ഇസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണം, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഉള്ളത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, യെസ് യെസ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു മക്കളെ, അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എ സ്മോൾ സർക്കുലർ ലൂപ്പ് ഓഫ് വയർ ഓഫ് റേഡിയസ് എ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് എ മച്ച് ലാർജർ സർക്കുലർ വയർ ലൂപ്പ് ഓഫ് റേഡിയസ് ബി. യെസ്, the two loops are the same plane. The outer loop of radius B carries an alternating current I is equal to I0 cos omega t. The EMF induced in the smaller inner loop is nearby. നോക്കി, അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ വളരെ കൃത്യമാണ്. ഇവിടെ രണ്ട് സർക്കുലർ ലൂപ്പിനെ കുറിച്ചാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇതാ രണ്ട് സർക്കുലർ ലൂപ്പിനെ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൂപ്പ്. അതിൻ്റെ റേഡിയസ് നമുക്കെന്ന് പറയാം, സോ ഇറ്റ് ഈസ് സ്മോൾ എ. ഓക്കെ, അതിൻ്റെ ഔട്ടറായിട്ട് കോൺസെൻട്രിക് ആയിട്ട് മറ്റൊരു ലൂപ്പ് ഉണ്ട്. ഇറ്റ്സ് ഹാവിംഗ് റേഡിയസ് ബി. എ റേഡിയസ് ആൻഡ് ബി റേഡിയസ്. നോക്കണേ, നമുക്ക് EMF കാണണം. ഇവിടെ രണ്ട് ലൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. നോക്കി, നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ കാണാം. ഓക്കെ, നോക്കണേ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്ഷൻ M ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? μ0π ഇൻറ്റു N1N2 A² / 2B. ഇതാണ് ഈ രണ്ട് ലൂപ്പുകൾ കേസിൽ ഉണ്ടാകുന്ന ഇവിടെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, N1 N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ലൂപ്പാണ്. പറയാം, ലൂപ്പ് നമ്പർ ഓഫ് ടേൺസ് 1 ആയതുകൊണ്ട് തന്നെ അപ്പോൾ N1 ഈസ് ഈക്വൽ ടു N2 ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് അതിനെ നമുക്ക് 1 കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ കിട്ടുന്ന M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? μ0πa² / 2B ആണ് ഇവിടെ M മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ. യെസ്, മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്.
എന്തായിരുന്നാലും ഇനി ശ്രദ്ധിക്കണേ, നമുക്ക് ഇവിടുന്ന് എം കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഫാരഡേസ് ലോയിലേക്ക് പോകാം. ഓക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഫാരഡേസ് ലോ പ്രകാരം നമുക്കറിയാം ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എഫിന്റെ മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് കറണ്ട് അല്ലെ. കറണ്ട് മാറുന്നതനുസരിച്ച് അവിടെ ഇ എം എഫിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. ഏതാ ഇക്വേഷൻ ഉള്ളത്? വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇ ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഓർത്തിരിക്കണം, ഇ ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. നോക്കണേ, അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദിസ് വാല്യൂ. അപ്പൊ ഇ ഈസ് ഈക്വൽ ടു മൈനസ് എം. എം എന്ന് പറഞ്ഞ വാല്യൂ നമുക്കറിയാമല്ലോ മക്കളെ. യെസ്, എം എന്ന് പറഞ്ഞാൽ എത്രയാ? മ്യൂ 0 പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2b ആണ്. ഇതിനോട് ഡി ബൈ ഡി ടി ഓഫ് ഐ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര? ഐ വാല്യൂ ഇസ് ഗിവൺ. പറഞ്ഞ അതിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ട്. എത്ര അതിന്റെ വാല്യൂ ഉള്ളത്? ഐ ഈസ് ഈക്വൽ ടു I0 കോസ് ഒമേഗ ടി ആണ് ഇവിടെ കറണ്ട് ഉള്ളത്. അപ്പോൾ അതിന് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കറണ്ട് വേരിയും വിത്ത് റെസ്പെക്ട് ടൈം. സോ വേരിയബിൾ ആയതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നോക്കണേ, അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേഷനിലേക്ക് പോകാം. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? മൈനസ് മ്യൂ 0 പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2b ഇൻറ്റു I0 ഞാൻ ഡിഫറൻസിയേഷന് പുറത്ത് ബിക്കോസ് എ കോൺസ്റ്റന്റ്. പറഞ്ഞ കോസ് ഒമേഗ ടിന്റെ ഡിഫറൻഷ്യൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞ കോസ് ഒമേഗ ടിന്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? മൈനസ് വരും. അപ്പോൾ ഈ മൈനസ് പുറത്ത് വരും. പിന്നെ എന്ത് വരും? ഒമേഗ സൈൻ ഒമേഗ ടി എന്ന വരും. ഈ നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. ഇതാണ് ഇ എം എഫിന്റെ വാല്യൂ. പറഞ്ഞ ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു മ്യൂ 0 പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2b I0 ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണേ, ഇതാണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ ഇക്വേഷൻ ഉള്ളത്, ഇ എം എഫിന്റെ വാല്യൂ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വളരെ കൃത്യമായിട്ട് ആൻസറിലേക്ക് പോകാമല്ലോ. ഒന്ന് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ പ്രെഡിക്റ്റ് ചെയ്ത്. എന്തായാലും കോസ് ഒമേഗ ടിയിൽ നമുക്ക് ആൻസർ വരില്ല എന്നുള്ളത് 100% ഷുവറായി. ഇനിയോ സൈൻ ഒമേഗ ടിയിൽ വരും. എന്താ കിട്ടുന്നത്? മ്യൂ 0 പൈ എ സ്ക്വയർ. മ്യൂ 0 പൈ എ സ്ക്വയർ ഡിവൈഡ് ബൈ, ഇവിടെ വെറും ബി എ ഉള്ളൂ. സോ ഇതും ചാൻസ് ഇല്ല. സോ ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. മ്യൂ 0 പൈ എ സ്ക്വയർ I0 ഡിവൈഡ് ബൈ 2b ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. സോ ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? നല്ല രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് അല്ലേ? നല്ല പക്ക ക്വസ്റ്റ്യൻസുകളാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു LCR സർക്യൂട്ടിന്റെ ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇന്ന് വളരെ വ്യക്തമാണ്. ക്വസ്റ്റ്യൻ LCR സർക്യൂട്ട് തന്നിരിക്കുന്ന LCR സർക്യൂട്ട് ആണെന്ന് പറയാം. റെസിസ്റ്റൻസ് എത്രയാണ്? 110 ഓം ആണ്. ആൻഡ് സപ്ലൈസ് ഓഫ് 220 വോൾട്ടേജ് സപ്ലൈ ആണ്. ആൻഡ് ആംഗുലർ ഫ്രീക്വൻസി 300 റേഡിയൻ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. നോക്കണേ, ഇവിടെ നമുക്ക് പറയാം ഇഫ് ഓൺലി ദി കപ്പാസിറ്റൻസ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി സർക്യൂട്ട്. അപ്പോൾ കപ്പാസിറ്റൻസ് റിമൂവ് ചെയ്യുകയാണ് എങ്കിൽ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ് ബൈ 45 ഡിഗ്രി ആണ്. ഇഫ് ഓൺ ദി അതർ ഹാൻഡ് ഓൺലി ഇൻഡക്ടർ ഈസ് റിമൂവ്ഡ് ദ കറണ്ട് ലീഡ് ബൈ 45 ഡിഗ്രി വിച്ച് ദി അപ്ലൈഡ് വോൾട്ടേജ്. ദ RMS കറണ്ട് ഇൻ ദി സർക്യൂട്ട് വിൽ ബി. ഈ സർക്യൂട്ട് ഉണ്ടാകുന്ന RMS കറണ്ടാണ് കാണാനുള്ളത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വി റിമൂവ് എ കപ്പാസിറ്റൻസ് റിമൂവ് ചെയ്യാൻ പോവാണ്. കപ്പാസിറ്റർ റിമൂവ് ചെയ്യുമ്പോൾ അത് ഏത് റെസിസ്റ്റർ ആയിരിക്കും? അവിടെ നമുക്കറിയാം ഇൻഡക്ടർ ഉണ്ടായിരിക്കും, പിന്നെ റെസിസ്റ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് cos 45 കോസ് ഫാക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos 45 ഈസ് ഈക്വൽ ടു R ഡിവൈഡ് അല്ലെങ്കിൽ cos 5 ഈസ് ഈക്വൽ ടു R ബൈ XL എന്ന് പറയാം. അടുത്തത് ഇൻഡക്ടറിനെ റിമൂവ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താണ്? cos 45 ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ XC എന്ന് കിട്ടും. ആ സമയത്ത് കപ്പാസിറ്റൻസ് ആണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടുന്ന് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. ദാറ്റ് ഈസ് XL ഈസ് ഈക്വൽ ടു XC ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. XL ഈസ് ഈക്വൽ ടു XC. ഇറ്റ് ഈസ് കോൾഡ് റെസണൻസ് കണ്ടീഷൻ അല്ലേ? അത് റെസണൻസ് ആണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെസണൻസ് ഫ്രീക്വൻസി അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അറ്റ് റെസണൻസ് ആണ് എങ്കിൽ ഇനി നമുക്ക് സംശയമില്ലല്ലോ. റെസണൻസ് കേസ് ആണെങ്കിൽ നമുക്കറിയാം IRMS ഈസ് ഈക്വൽ ടു VRMS ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് മക്കളെ. അപ്പോൾ IRMS ഈസ് ഈക്വൽ ടു VRMS എത്രയാണ്? ഈസ് ഗിവൺ ദാറ്റ് 220 വോൾട്ട് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് 110 or 00. സോ റൈറ്റ് ആൻസർ ഈസ് 2 ആംപിയർ. സോ 2 ആംപിയർ ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണം, 2 ആംപിയർ ആണ് നമ്മുടെ കറണ്ട് വരുന്നത്. യെസ്, ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ 20 ഹെൻറി ഇൻഡക്ടർ
coil is connected to a 10 ohm resistance in series as shown in the figure. Figure നമുക്ക് തന്നിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. Okay, the time at which rate dissipated energy. അപ്പോൾ energy dissipation ആണ് across the resistance is equal to rate of the magnetic energy stored. അവിടെ തന്ന കാര്യമുണ്ട് എന്താണ് the rate of energy dissipated എന്ന് പറഞ്ഞാൽ okay is equal to the rate of magnetic energy stored ആണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പോയിന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യാച്ച് ചെയ്യാൻ പോവാണ്. സോ ആ ഒരു പോയിന്റ് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും ഇക്വേഷൻ ഉള്ളത്, I സ്ക്വയർ ആർ ആണ്, ആണല്ലോ. നോക്കി, അപ്പോൾ I സ്ക്വയർ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് LI ഇൻറ്റു DI/dt. യെസ് റൈറ്റ്, I സ്ക്വയർ ആർ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എനർജി ഇൻ ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന എനർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം LI DI/dt ആണ്. യെസ് റൈറ്റ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂ കണ്ട് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് DI/dt ഈസ് ഈക്വൽ ടു ഇവിടുന്ന് കിട്ടും ഒരു ഐ, ഇവിടുന്ന് ഒരു ഐ ക്യാൻസൽ ആയിപ്പോയി. ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് DI/dt ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്, ദാറ്റ് ഈസ് I ഇൻറ്റു R ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടും. ശ്രദ്ധിക്കണേ, R ഡിവൈഡഡ് ബൈ എൽ. നോക്കി, ഇവിടെ നമുക്കിവിടെ ടൈം പീരിയഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ടോ ടൈം നമുക്കറിയാം. ടൈമിൻ്റെ വാല്യൂ എത്രയാണ്, ദാറ്റ് ഈസ് L/R ആണ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് L/R. പറഞ്ഞ എല്ലിൻ്റെ വാല്യൂ നമുക്ക് വന്നിട്ടുണ്ട് എത്രയാ, 20 ആണ്. ആറിൻ്റെ വാല്യൂ എത്ര എന്നുള്ളത് 10 ആണ്. അപ്പോൾ ടോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ L/R എന്ന് പറഞ്ഞ റേഷ്യോ നമുക്ക് എത്ര കിട്ടുന്നത്, സോ ഇറ്റ് ഈസ് 2 ആണ് നമുക്ക് കിട്ടുന്നത്, 2 ആണ്. ശ്രദ്ധിക്കണേ, അങ്ങനെയെങ്കിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ R/L ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ 1/τ അല്ലേ നമുക്ക് കൊടുക്കാം. ഈ R/L 1/τ എന്ന് കൊടുക്കാം. സോ ഇവിടുന്ന് കാണേണ്ടത് നമുക്ക് എന്താ കാണേണ്ടത്, ടൈമാണ് കാണേണ്ടത്, T കാണണം. സോ യു വാണ്ട് ടു ഫൈൻഡ് ദി T. നമുക്ക് ഇൻ്റഗ്രേഷനിലേക്ക് പോകേണ്ടി വരും, നമുക്ക് T കാണേണ്ടി വരും. നോക്കാം. അപ്പോൾ ഞാൻ I എന്ന് പറഞ്ഞ ടെർമിനൽ സൈഡിൽ കൊണ്ടുവരുന്നു ഇൻ്റഗ്രേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ DI/I ഈസ് ഈക്വൽ ടു R/L ഇൻറ്റു DT. R/L എന്ന് പറഞ്ഞാൽ 1/τ ആണ്, ഇത് 1/τ ആണ്. ആ ടോ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ടോ ഇൻറ്റു DI/I ഈസ് ഈക്വൽ ടു DT. പറഞ്ഞാൽ ഇവിടുന്ന് ടൈം കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും ഇൻ്റഗ്രേഷനിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനീഷ്യൽ ടൈം നമ്മൾ 0 ആക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ 0 to I, അവിടെ 0 to T. നോക്കി, അപ്പോൾ ഇൻ്റഗ്രേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ടോ ഡിഫറൻസിയേഷന് പുറത്തെടുത്തൊരു കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ വാല്യൂ 2 ആണെന്ന് നമുക്കറിയാം. DI/I പറഞ്ഞേ എന്താ, ഐൻ്റെ ഡിഫറൻഷ്യൽ 1/I ഡിഫറൻഷ്യൽ നമുക്കറിയാം ലാൻ I ആണ്, അതിലൊരു സംശയമില്ല. ലാൻ I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ T എന്ന് പറയും. 1 dt 1 ഇൻ്റഗ്രൽ എന്തായിരിക്കും, T ആയിരിക്കും. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് ടൈം കിട്ടും. എന്താ ടൈമിൻ്റെ ഇക്വേഷൻ, T ഈസ് ഈക്വൽ ടു ടോ ലാൻ I എന്നുള്ളതാണ്. ഓക്കെ, ടോൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ കിട്ടുന്നത് 2 ലാൻ I ഈസ് ദി റൈറ്റ് ആൻസർ. 2 ലാൻ I ഈസ് ദി റൈറ്റ് ആൻസർ ആണല്ലോ. നോക്കിയൊക്കെ, ഇവിടുന്ന് കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് നമുക്ക് എത്ര കിട്ടുന്നത്, സോ ഇറ്റ് ഈസ് ദി 2. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ദാറ്റ് ഈസ് 2 ലാൻ 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. 2 ലാൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ, ഓർത്തിരിക്കണേ. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ. യെസ്, ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്കറിയുന്നത് യു ആർ ആസ്ക്ഡ് ടു ഡിസൈൻ എ ഷേവിംഗ് മിറർ. ഒരു മിററാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. Assuming that a person keeps it 10 cm from his face, about 10 cm ഫ്രണ്ടിൽ kept ചെയ്യുന്നു and views the magnified image of the face at closest comfortable distance of 25 cm, the radius of curvature of the mirror. അങ്ങനെയാണെങ്കിൽ ആ മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. സോ വി വാണ്ട് ടു ഫൈൻഡ് ദി റേഡിയസ് ഓഫ് കർവേച്ചർ. ഓർത്തിരിക്കണേ, കാണേണ്ടത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് കാണേണ്ടത്. ഓക്കെ, നോക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി റേഡിയസ് ഓഫ് കർവേച്ചർ കാണാമല്ലോ. പറഞ്ഞു നോക്കി, എങ്ങനെ റേഡിയസ് ഓഫ് കർവേച്ചർ കാണുന്നത്. സോ വളരെ കൃത്യമാണ്. ഇവിടുന്ന് റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ വേണ്ടി ഇവിടെ ഇറക്കിയാം. നമുക്കറിയാം കോൺവെക്സ് മിറേഴ്സുകളാണ് നമ്മൾ ഷേവിംഗ് മിറേഴ്സുകളായിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ള ഇൻഫർമേഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറയുന്നത് കോൺവെക്സ് മിറേഴ്സിനെ കുറിച്ചാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. ഓക്കെ, നോക്കണേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് നമുക്ക് മിററിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ തന്ന കാര്യങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കേ, എന്തൊക്കെ തന്നിട്ടുണ്ട്.
ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് യു. ഇവിടെ മിററിന്റെ ഫ്രണ്ടിൽ 10 സെന്റിമീറ്റർ ഫ്രണ്ടിലാണ് ആ ഫേസിന്റെ ഇമേജ് കിട്ടേണ്ടത്. നോക്കി, ഒരു മിററിന് 10 സെന്റിമീറ്റർ ഫ്രണ്ട്. അപ്പോൾ 10 സെന്റിമീറ്റർ ഫ്രണ്ടിലായതുകൊണ്ട് യുവിന്റെ വാല്യൂ എത്രയായിരിക്കും? ദാറ്റ് ഈസ് -10. ഓക്കെ, അപ്പോൾ ഒരു കോൺവെക്സ് മിററിനെ അസ്യൂം ചെയ്യുക. ഇവിടെ ഒരു കോൺവെക്സ് മിറർ ഉണ്ടായിരുന്നു, അതിന്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഉള്ളത്. സോ ഇറ്റ് ഈസ് 10 സെന്റിമീറ്റർ അല്ലേ? യെസ്. അപ്പോൾ നമുക്കറിയാം ദ -10 ഈസ് ദി ആൻസർ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് -10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനിയോ ഇമേജ് ഡിസ്റ്റൻസ് കിട്ടേണ്ടത് എവിടെ ഇരിക്കണം? പറഞ്ഞേ വി ഈസ് ഗിവൺ ദാറ്റ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വി തന്നിട്ടുണ്ട്. ദ ഇമേജ് പറഞ്ഞേ വി ഈസ് ഓൾസോ ഗിവൺ ദാറ്റ്. എത്ര വിന്റെ വാല്യൂ തന്നിട്ടുള്ളത്? വി ഈസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഇസ് മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദി ഫേസ് അറ്റ് ദി ക്ലോസസ്റ്റ് കംഫർട്ടബിൾ ഡിസ്റ്റൻസ് ഓഫ് 25 സെന്റിമീറ്റർ ആണോ? അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇമേജ് കിട്ടേണ്ടത് 25 സെന്റിമീറ്ററിലാണ് നമുക്കതിൻ്റെ ഇമേജ് കിട്ടേണ്ടത് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ദി ബോത്ത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ്. നമുക്ക് ഇമേജ് ഡിസ്റ്റൻസും കാണാം, ഒബ്ജക്ട് ഡിസ്റ്റൻസും കാണാം. ഓക്കെ, നോക്കട്ടോ, അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കാണാം. അപ്പോൾ ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്ന എവിടെ നോക്കിക്കേ? വീസ് എ മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദി ഫേസ്. ആ ഫേസിന്റെ ഇമേജ് എവിടെ കിട്ടുന്നത്? ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് പുറകിലായിട്ടാണ്? 25 സെന്റിമീറ്ററിലായിട്ടാണ് അതിന്റെ ഇമേജ് കിട്ടുന്നത്. ടോട്ടൽ 25. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കണ്ടിഷൻ എത്ര ഇരിക്കും? ഇമേജ് ഡിസ്റ്റൻസ് എത്ര ഇരിക്കും? ദാറ്റ് ഈസ് 15 ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. സോ 15 ഈസ് ദി ഇമേജ് ഡിസ്റ്റൻസ്. നോക്കണേ, 15 ആണ് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് ഉള്ളത്. ഓക്കെ, yes, so v is 15 centimeter. So we can find the focal length. Focal length കിട്ടിയാൽ we can find the radius of curvature. Okay, yes. നോക്കി, അപ്പോൾ മിറർ ഫോർമുല എല്ലാവർക്കും അറിയാം. എന്താ മിറർ ഫോർമുല? 1/v plus 1/u is equal to 1/f ആണ് മിറർ ഫോർമുല ഉള്ളത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂസ്. സോ 1/v, വിയുടെ വാല്യൂ എത്രയാ? 15 ആണ്. പ്ലസ് മൈനസ് എന്ത് വരും? 1/10 is equal to 1/f എന്ന് വരും. സോ ഇതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ജസ്റ്റ് എന്ത് വരുന്നത്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 10 വരും. -15 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 10 എന്ന് വരും. ഇസ് ഈക്വൽ ടു 1/f. നോക്കി, 10 - 15 എന്ന് പറഞ്ഞാൽ -5 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 1/f ആണ്. ഈ 15 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം, 3 ടൈംസ് ആണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? -30 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് കിട്ടുന്നത്. ശ്രദ്ധിക്കണേ, ഫോക്കൽ ലെങ്ത് ഈസ് -30. പക്ഷെ നമ്മോട് വ്യക്തമായിട്ട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് അല്ല. വി വാണ്ട് ടു ഫൈൻഡ് ദി റേഡിയസ് ഓഫ് കർവേച്ചർ. പറഞ്ഞ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് കാണേണ്ടത്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ കാണണമെങ്കിൽ നമുക്കറിയാം ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ -30 ഇൻറ്റു 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? -60 സെന്റിമീറ്റർ. സോ -60 സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഫോക്കൽ ലെങ്ത്. സോ ഓപ്ഷൻ സി ഈസ് ദി right answer. Sorry, radius of curvature -60 ആയിരിക്കും. So C is the right answer. Okay അല്ലേ? Yes. So next question. മക്കളെ ഇത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, യെസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നോക്കി, ഇതൊരു റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. നോക്കാം. കൺസിഡർ എ ലൈറ്റ് റേ ട്രാവലിംഗ് ഇൻ ദി എയർ ഈസ് ഇൻസിഡന്റ് ഇൻ ടു എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് √2n. ദ ഇൻസിഡന്റ് ആംഗിൾ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദി റിഫ്രാക്റ്റിംഗ് ആംഗിൾ. ദെൻ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി. സോ ഇവിടെ കാണേണ്ടത് നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആംഗിൾ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കാം. സോ കാണേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. നമുക്ക് നോക്കാം, ജസ്റ്റ് റേ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ മീഡിയം. ഓക്കെ, രണ്ട് മീഡിയമാണ്. അപ്പോൾ ലൈറ്റർ എന്ത് ചെയ്യുന്നു? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റർ എന്ത് ചെയ്യാൻ പോകുന്നു? പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. ഓക്കെ, ഈ കാണുന്ന ആംഗിൾ ഐ ആണ്. നോക്കി, ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 2i ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. നോക്കി, ഈ മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. എയറിൽ നിന്നാണ് ലൈറ്റർ എന്ത് ചെയ്യുന്നത്? മറ്റൊരു മീഡിയത്തിലേക്ക് പോകുന്നത്. മറ്റൊരു മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2n ആണ് തന്നിരിക്കുന്നത്. യെസ്. ഇനി നമുക്ക് കാണേണ്ടത് what the angle of incidence. Then angle of incidence will be. നോക്കി, ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് കാണേണ്ടത് എന്താ വെച്ചാൽ the incident angle is twice that of refracting angle. Then angle of incidence. കാണേണ്ടത് angle of incidence ആണ് കാണേണ്ടത്. സോ വളരെ സിമ്പിൾ ആണ്. സ്നെൽസ് ലോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. എങ്ങനെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക? ഈ കാണുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതായത് sin 2i ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2n √2n. ഓക്കെ, ഇൻറ്റു അതിലുള്ള ആംഗിൾ എത്രയാണ്? sin i ആണ് തന്നിരിക്കുന്നത്. യെസ്, റൈറ്റ്. നോക്കണേ, അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യണം, ഈ സൈൻ 2 തീറ്റ, സൈൻ 2 തീറ്റയുടെ ട്രിഗ്നോമെട്രിക് റിലേഷൻ നമുക്കറിയാം. എത്ര സൈൻ 2 തീറ്റ ട്രിഗ്നോമെട്രിക് റിലേഷൻ 2 സൈൻ തീറ്റ എന്ത് പറയാൻ പറ്റും, കോസ് തീറ്റ അല്ലെ, സൈൻ തീറ്റ ബൈ 2. ഓക്കെ, കോസ് തീറ്റ ബൈ 2 ആണ്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 എന്ത് കിട്ടും, സൈൻ ഐ, 2i ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ ഐ ആണ്, ഇൻറ്റു എന്ത് കിട്ടും, കോസ് ഐ എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു √2n സൈൻ ഐ എന്ന് വരും. അപ്പോൾ ഇവിടുന്ന് വളരെ കൃത്യമായിട്ട് സൈൻ ഐ എന്തായിട്ട് പോകും, ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് കോസ് ഐ ഈസ് ഈക്വൽ ടു √2n ബൈ 2 ആണ്. അപ്പോൾ ഇവിടുന്ന് √2നെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. √2 √n ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഈ കാണുന്ന √2നെയും ഈ കാണുന്ന 2നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, √n ബൈ 2. അപ്പോൾ കോസ് ഐ ഈസ് ഈക്വൽ ടു √n ബൈ 2 എന്നാണ് കിട്ടുന്നത്. മക്കളെ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഐ കാണാലോ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്, ഐ ഈസ് ഈക്വൽ ടു മക്കളെ കോസ് ഇൻവേഴ്സ് ഓഫ് √n ബൈ 2 എന്നാണ് നമുക്ക് ഐ കിട്ടുന്നത്. പക്ഷെ ശ്രദ്ധിക്കണേ, ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ എടുത്തത് ഐ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. വേഗം പോയിട്ട് കോസ് ഇൻവേഴ്സ് √n ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, ദാറ്റ്സ് റോങ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ നമ്മൾ എത്ര 2y ആണ് ക്വസ്റ്റ്യൻ പ്രകാരം തന്നിരിക്കുന്നത്. 2y എന്നാണോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ട്വൈസ് ദാറ്റ് ഓഫ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ 2y. അപ്പോൾ ആൻസർ കാണേണ്ടത് 2y ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെയും 2 മൾട്ടിപ്പിൾ ചെയ്യുന്നു, 2 മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ 2 കോസ് ഇൻവേഴ്സ് √n ബൈ 2 ആണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് 2 കോസ് ഇൻവേഴ്സ് √n ബൈ 2. ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ, തെറ്റിക്കരുത്. വെരി സിമ്പിൾ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കി. ഇൻ എൻ എക്സ്പെരിമെന്റ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് കോയാക്സിയലി ഓൺ എൻ ഒപ്റ്റിക്കൽ ബെഞ്ച് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് മിറർ. അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ ആണ്. ഒരു കോൺവെക്സ് ലെൻസും ഉണ്ട്, പിന്നെ ഉണ്ടായിരുന്നു ഒരു മിററും ഉണ്ടായിരുന്നു. ഓക്കെ, കോൺവെക്സ് മിറർ ഉണ്ടായിരുന്നു. ഓക്കെ, യെസ് റൈറ്റ്, ആയിക്കോട്ടെ. നോക്കാം. ദ കോൺവെക്സ് മിറർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഫ്രം ഇറ്റ്. It is found that an object and its image coincides if the object is placed at a distance of 20 centimeter from the lens, the focal length of the convex mirror. നോക്കി, വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഡ്രോ ചെയ്യാം. ശ്രദ്ധിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാൻ പോവാണേ. നോക്കി, ഇവിടെ തന്നിരിക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഈ കോൺവെക്സ് ലെൻസിൽ ഇവിടെ എന്തായിരുന്നു, ഒരു കോൺവെക്സ് മിററും കൂടി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ കോൺവെക്സ് മിറർ. ഇതായിരുന്നു നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, യെസ് റൈറ്റ്. തന്നിരിക്കുന്നത് ഈ മിററും ലെൻസ് തമ്മിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. മിറർ ലെൻസ് തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒബ്ജക്റ്റിനെ കെപ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് നോക്കിക്കേ. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 20 സെന്റിമീറ്റർ ഫ്രം ലെൻസ്. അപ്പോൾ ലെൻസിന്റെ ഫ്രണ്ടിൽ നിന്നും ഒരു 20 സെന്റിമീറ്റർ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര ഇരിക്കും, 20 സെന്റിമീറ്റർ ഫ്രണ്ടിലായിട്ട് ഒരു ഒബ്ജക്റ്റിനെ കെപ്റ്റ് ചെയ്യുന്നു. യെസ്, ക്ലിയർ ആണല്ലോ. ഇനി ശ്രദ്ധിക്കണേ, ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് നോക്കണം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് നോക്കിക്കേ. അപ്പോൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് എൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് കോയിൻസൈഡ്സ്. എന്താ ശ്രദ്ധിക്കുന്നത്, ഒബ്ജക്റ്റും ഇമേജും എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ നോക്കി ആ ലെൻസ്, ആ മിററിന്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലെൻസിന്റെ ആ ഒബ്ജക്റ്റ് 20 സെന്റിമീറ്ററിൽ വെച്ചിട്ടുണ്ടല്ലോ, ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെ കിട്ടുക എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ആണല്ലോ, ആ ഇമേജ് ആയിരിക്കുമല്ലോ ആ രണ്ടാമത് കാണുന്ന മിററിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഫൈനൽ ഇമേജ് അതല്ലേ നമുക്ക് കിട്ടേണ്ടത്. യെസ്, നമുക്കൊന്ന് കണ്ടു നോക്കാം. തന്ന ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു യു ഈസ് ഈക്വൽ ടു എത്രയാണ്, -20 സെന്റിമീറ്റർ ആണ്. ഓർത്തിരിക്കണം, -20 ആണ്, കാരണം ലൈറ്റ് ഇവിടുന്നാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ഫ്ലോ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എടുക്കുന്നത്. സോ -20 ആണ്. ഫോക്കൽ ലെങ്ത് നമുക്ക് വന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. കോൺവെക്സ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. സോ ലെൻസ് ഫോർമുല 1/v - 1/u ഈസ് ഈക്വൽ ടു 1/f ആണല്ലോ. ഇവിടുന്ന് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. പറഞ്ഞ മക്കളെ, ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/v നമുക്കറിയില്ല,
മൈനസ് 1/u മൈനസ് 20 ഈസ് ഈക്വൽ ടു 1/15 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വി കിട്ടും. അത് പ്ലസ് ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നോക്കി വി ഈസ് ഈക്വൽ ടു 1/15 മൈനസ് 1/20 എന്നൊരു 1/v. ഓക്കെ, അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു 20 മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു 20 മൈനസ് 15 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 15. സോ 1/v ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ഏകദേശം എത്രയായിരിക്കും 1/60. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും 60 എന്ന് കിട്ടും. ഓർത്തിരിക്കണേ. അപ്പോൾ 60 സെൻറ്റിമീറ്റർ ആണ് നമുക്കിവിടെ കിട്ടുന്ന ഇമേജ് ഡിസ്റ്റൻസ്. നോക്കണേ, പ്ലസ് 60 ആണ്. അപ്പോൾ പ്ലസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണേ, ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ഇത് ഇവിടെയാണ്. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും പ്ലസ് 60 അഥവാ ഈ കാണുന്ന മിററിൻ്റെ പുറകിലായിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. യെസ്, ദാറ്റ് ഇസ് ദി ഇമേജ്. ആണോ? ആ ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഇസ് 60 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, 60 സെൻറ്റിമീറ്റർ. നോക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കി, അപ്പോൾ ഇനി ഈ കാണുന്നതാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ അടുത്ത പ്ലെയിൻ മിററിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നോക്കിക്കേ, അപ്പോൾ ആ പ്ലെയിൻ മിററിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്കിനി കാണാമല്ലോ. നോക്കിക്കേ, അപ്പോൾ ഇതായിരിക്കും ആ മിററിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. നോക്കി, അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു. ഇനി ആ മിററിനെ കുറിച്ച് പറയാണ്, അത് മിററിൻ്റെ ഒബ്ജക്റ്റ് ആണ്. മിററിൻ്റെ കേസ് മിററിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കാണുന്ന ദൂരം കണ്ടോ, ഇവിടെ നിന്ന് ഇവിടം വരെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് 60 കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ഉള്ളത്. അപ്പോൾ 60 മൈനസ് 5 എത്രയായിരിക്കും? 55. റൈറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ അത് പ്ലസ് 55 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓർത്തിരിക്കണേ, പ്ലസ് 55 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ദ ഫോർ മിറർ ടു ഫോം ആൻ ഇമേജ് അറ്റ് O. അപ്പോൾ ഈ കാണുന്ന ഓയിൽ തന്നെ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയണം, U ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? R ആയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കണം? 2F. യെസ്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കി, അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? R/2. R/2 മീൻസ് U/2 ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ എത്രയാണ്? 55 ഡിവൈഡഡ് ബൈ 2 സെൻറ്റിമീറ്റർ. സോ എഫ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കണം? 27.5 ആണ്. സോ 27.5 സെൻറ്റിമീറ്റർ ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കണം? ദാറ്റ് ഈസ് യെസ് 25. സോ നമുക്ക് കിട്ടുന്നത് 27.5 സെൻറ്റിമീറ്റർ ആയിരിക്കണം കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി. 2 ലൈറ്റ് ബീംസ് ഓഫ്, ഓക്കെ ശ്രദ്ധിക്കുക, 2 light beams of intensities on in the ratios of 9:4 allowed interference. The ratio of intensity of maxima and minima. Very simple. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. നോക്കിക്കേ, ഇവിടെ മാക്സിമ മിനിമ ഇൻറ്റൻസിറ്റി റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. നമുക്കറിയാം ഐ മാക്സിമ ഡിവൈഡഡ് ബൈ ഐ മിനിമ ഈസ് ഈക്വൽ ടു, പറഞ്ഞു മക്കളെ, എന്താ ഐ മാക്സിമ ഡിവൈഡ് ബൈ ഐ മിനിമ എന്ന് പറഞ്ഞാൽ √I1 പ്ലസ് √I2 ഹോൾ സ്ക്വയർ ആണ് ഐ മാക്സിമ. ഐ മിനിമ എന്ന് പറഞ്ഞാൽ √I1 മൈനസ് √I2 ഹോൾ സ്ക്വയർ ആണ് ഐ മിനിമ. നോക്കി, ഇവിടെ ഇൻറ്റൻസിറ്റി I1 I2 റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കേ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാം I1 I2 റേഷ്യോ തന്നിട്ടുണ്ടല്ലോ. പറഞ്ഞു നോക്കി, അപ്പോൾ I1 ഡിവൈഡഡ് ബൈ I2 ഈസ് ഈക്വൽ ടു 9:4 ആണ് ആ റേഷ്യോ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ദി I2 കാണണമെങ്കിൽ I2 കാണാം, അല്ലെങ്കിൽ I1 കാണാം. അതിൻ്റെ വാല്യൂസുകൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് I2 ഈസ് ഈക്വൽ ടു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ കാണല്ലോ പറഞ്ഞ I1 ഈസ് ഈക്വൽ ടു നമുക്ക് 9 റേഷ്യോ എടുക്കാം, I2 ഈസ് ഈക്വൽ ടു 4 എടുക്കുകയാണെങ്കിൽ ഇനി ഇവിടുന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാം ഐ മാക്സിമ ഡിവൈഡഡ് ബൈ ഐ മിനിമ ഈസ് ഈക്വൽ ടു പറഞ്ഞ മക്കളെ ജസ്റ്റ് ഇസ് √9 പ്ലസ് എന്തായിരിക്കും √4 ഡിവൈഡഡ് ബൈ ഹോൾ സ്ക്വയർ ഇൻ ടു ഡിവൈഡ് ബൈ √9 മൈനസ് എന്തായിരിക്കും √4 ഹോൾ സ്ക്വയർ എന്ന് വരും. നോക്കണേ, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. സോ ഐ മാക്സിമ ഡിവൈഡഡ് ബൈ ഐ മിനിമ ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് വരുന്നത് ദാറ്റ് ഈസ് 3 വരും. ഓക്കെ, അപ്പോൾ 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2. സോ എത്ര കിട്ടുന്നത്? 3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ഉണ്ടായിരിക്കും. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ദാറ്റ് ഈസ് 1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 25 ratio 1. ഓക്കെ, 25:1 is the answer. അപ്പോൾ 25:1 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഓപ്ഷൻ ഡി ഇസ് അവർ ആൻസർ. ഓക്കെ, യെസ് യെസ് യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ, ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഇതൊരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ക്വസ്റ്റൻ ആണ്. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ലൈറ്റ് ഓഫ് 500 nanometer is used to produce an interference pattern. When the distance between the slits is 0.05 millimeter, the angular width in degree of the fringes formed on the distance screen on this. So we can find the angular width. പറഞ്ഞേ നമുക്ക് വളരെ കൃത്യമായിട്ട് ആംഗുലാർ വിഡ്ത്തിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ ഡി ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നോക്കിക്കേ, ഇവിടെ നമുക്ക് ഡിഫറൻറ്റ് സ്ലിറ്റ് വിഡ്ത്തുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം രണ്ടാമത്തെ കേസ് തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ ഡി ഡാഷ്. അപ്പോൾ തീറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ആയതുകൊണ്ട് തന്നെ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഡി ഡാഷ് ഡിവൈഡഡ് ബൈ ഡി ആണ്. നോക്കി ഡി ഡാഷ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ഡി ഡാഷ് തന്നിരിക്കുന്നത്? സോ സ്ലിറ്റ് വിഡ്ത്ത് ഈസ് ഗിവൺ ദാറ്റ്സ് ഇൻ ഡിഗ്രി അല്ലേ. നോക്കണേ, വളരെ കൃത്യമാണ്. ഇവിടെ നിന്ന് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ദ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 500 nanometer ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ ഇന്റർഫറൻസ് പാറ്റേൺ. എന്താണ്? വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ലിറ്റ്സ് ഈസ് എത്രയുള്ളത്? 0.05 mm ആണ് നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ലിറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദി ആംഗുലാർ വിഡ്ത്ത് വന്നിട്ടുണ്ട് ഇൻ ഡിഗ്രീസ് ഓഫ് ദി ഫ്രിഞ്ചസ് ഫോംഡ് ഓൺ ദി ഡിസ്റ്റൻസ് ഓഫ് ദി സ്ക്രീൻ ഈസ് ക്ലോസസ്റ്റ് ടു. സോ നമുക്കിവിടെ കാണേണ്ടത് ഡിസ്റ്റൻസ് ഓഫ് ഫ്രിഞ്ച് ഈസ് ക്ലോസസ്റ്റ് ടു ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ശ്രദ്ധിക്കാം, നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, നേരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അതിന് ആവശ്യമൊന്നുമില്ല. നോക്കിയാൽ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ ഡി ആണ്. എല്ലാം തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പറഞ്ഞ് ലാംഡ തന്നിട്ടുണ്ട് എത്രയാ? 500 nanometer ആണ്. വെരി സിമ്പിൾ. പറഞ്ഞ 500 nanometer എന്ന് പറഞ്ഞാൽ 500 into 10⁻�9 വരും, ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ലിറ്റ്സ് തന്നിട്ടുണ്ട് എത്രയാ, അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് സ്ലിറ്റ് തന്നിട്ടുണ്ട് എത്രയാ? 0.05 millimeter ആണ്. 10⁻³ വരും. യെസ്, റൈറ്റ്. ഓക്കെ, സിമ്പിൾ, ഡയറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ കിട്ടുന്നത് ഇത് ക്യാൻസൽ ചെയ്യാം. 0 5 10⁻² എന്ന് എഴുതാം. സോ ഇവിടെ ക്യാൻസൽ, 2 ക്യാൻസൽ. സോ നമുക്ക് കിട്ടുന്നത് 0.01 റേഡിയൻ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്. സോ 5 1 ക്യാൻസൽ. സോ 0.01 റേഡിയൻ എന്ന് കിട്ടും. ഓക്കെ, ഇത് റേഡിയൻ ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ ഒക്കെ ഡിഗ്രിയിലാണ്. അപ്പോൾ റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 180/π. അപ്പോൾ 0.01 into 180/π ഈസ് ഈക്വൽ ടു നമുക്കറിയാം 180/π വാല്യൂ അപ്രോക്സിമേറ്റ് നമുക്ക് 3 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വാല്യൂ അപ്രോക്സിമേറ്റ് 0.5 ആ റേഞ്ച് ആയിരിക്കും നമുക്ക് വരുന്നത്. സോ 0.5 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ബി. 0.57 ഡിഗ്രി ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണം, 0.57 ആയിരിക്കും നമ്മുടെ കൃത്യമായിട്ടുള്ള ആൻസർ. ആണല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ദി ആംഗുലാർ വിഡ്ത്ത്. യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ഇതും ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് തന്നെയാണ്. നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിരുന്നു. ഇറ്റ്സ് എ ഗ്രീൻ വേവ് ലെങ്ത് ലൈറ്റ് 5303 ആംസ്ട്രോങ് ഫാൾസ് ഓൺ എ ഡബിൾ സ്ലിറ്റ് ഹാവിംഗ് എ സെപ്പറേഷൻ 19.4 micrometer ആൻഡ് വിഡ്ത്ത് ഓഫ് 4.05 micrometer. The number of fringes, bright fringes between the first and the second diffraction minima. So ഇവിടെ നമുക്ക് കാണേണ്ടത് നമ്പർ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസുകളാണ്. ഓക്കെ, സോ നമുക്കിവിടെ കാണേണ്ടത് നമ്പർ ഓഫ് ഫ്രിഞ്ചസുകൾ കാണണം. അപ്പോൾ രണ്ട് കേസാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, രണ്ട് ഡിഫറൻറ്റ്. ഫസ്റ്റ് ഓഫ് ആൾ ഡബിൾ സ്ലിറ്റ് ഹാവിങ് എ സെപ്പറേഷൻ. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സെപ്പറേഷൻ 19.4 micrometer ആണ്. രണ്ടാമതായിട്ട് യൂസ് ചെയ്യുന്നത് 4.05 micrometer ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഫ്രിഞ്ചസുകളാണ് കാണേണ്ടത് അല്ലേ? കാണാം. ഏത് കാണുന്നത്? സോ ഇവിടുന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാം ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ലാംഡ ഡിവൈഡ് ബൈ ഡി ആണ് ഇക്വേഷൻ. ഓക്കെ, മറ്റൊരു എക്സ്പെരിമെന്റിലും നമുക്ക് കിട്ടുന്നത് തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ ഡി ഡാഷ് എന്ന് പറയാം. സോ വളരെ കൃത്യമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രിഞ്ച് വിഡ്ത്തുകൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി പറയാം തീറ്റ ഡിവൈഡ് ബൈ തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ഡി ഡാഷ് ഡിവൈഡഡ് ബൈ ഡി ആണ്. ഡി ഡാഷിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 19.44 micrometer ഡിവൈഡഡ് ബൈ similarly d value is 4.05 micrometer. so micrometer cancel ആയി പോയി. d ന്റെ വാല്യൂ അല്ലേ, ഇവിടുന്ന് നമുക്ക് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഡാഷ് നമുക്ക് കാണാം. പറഞ്ഞ തീറ്റ ഡിവൈഡ് ബൈ തീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ 90 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 4.8 സംതിങ് ആയിരിക്കും നമുക്ക് വരുന്നത്. ആണല്ലേ? സോ അങ്ങനെയാണെങ്കിൽ 4.8 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ആണ്. സോ അതൊരു കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും. സോ ഒരു ഇൻറ്റിജർ ആയിരിക്കും. സോ അതുകൊണ്ട് വി ക്യാൻ റൗണ്ട് ഇറ്റ് ആസ് 5. സോ 5 ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണം, 5 ആയിരിക്കും
നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ? യെസ് യെസ്, ഓക്കെ ഓക്കെ ആണല്ലോ. യെസ് യെസ്, ഓക്കെ, വെരി ഗുഡ്. നമുക്ക് നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, യെസ് യെസ് യെസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ എമിറ്റഡ് ബൈ എ ഹൈഡ്രജൻ ആറ്റം when the electron makes a transition from n is equal to 2 to n is equal to 1, the state is. നോക്കിക്കേ, സോ വളരെ കൃത്യമാണ് ഇവിടെ നിന്ന് നമുക്ക് കാണേണ്ടത് അല്ലേ, വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ. ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. പറഞ്ഞേ, വേവ് ലെങ്ത് കാണാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തന്ന കാര്യങ്ങളൊന്ന് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണേ, ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ ആണ്. ഇറ്റ്സ് ട്രാൻസിഷൻ ഫ്രം എവിടുന്ന് അങ്ങോട്ടാ, n ഈസ് ഈക്വൽ ടു 2 ടു n ഈസ് ഈക്വൽ ടു 1 ആണ് ഇവിടെ ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് അടുത്ത്. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ നമുക്കറിയാം എന്താണ് നമ്മുടെ ഇക്വേഷൻ, സോറി, യെസ്, നമുക്കറിയാം 1/λ ഈസ് ഈക്വൽ ടു r ഇൻറ്റു z സ്ക്വയർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ അല്ലേ. റിഡ്ബർഗ് ഫോർമുല നമ്മൾ വളരെ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചതാണ്. റിഡ്ബർഗ് ഫോർമുല ആറ്റംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നോക്കണേ. ലാംഡയാണ് നമുക്ക് കാണേണ്ടത്. ട്രാൻസിഷൻ സ്റ്റേറ്റ് വന്നിട്ടുണ്ട്, n1 n2 വന്നിട്ടുണ്ട്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യെസ്, അപ്പോൾ ഈ ട്രാൻസിഷൻ നടക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്, ഹയർ സ്റ്റേറ്റ് n ഈസ് ഈക്വൽ ടു 2-ൽ നിന്ന് n ഈസ് ഈക്വൽ ടു 1-ലോട്ടാണ് ഇവിടെ ട്രാൻസിഷൻ നടക്കുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ n1 എന്ന് പറഞ്ഞ വാല്യൂ നമുക്കറിയാം 1 ആയിരിക്കും. n2 എന്ന് പറഞ്ഞ വാല്യൂ എത്രയായിരിക്കും, 2 ആണ്. സോ വളരെ കൃത്യമാണ്. ഓക്കെ, നമുക്ക് കാണാം. തന്നിരിക്കുന്നത് ഇതൊരു ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് തന്നെ സെഡിൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. ഫോർ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് സെഡ് ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 1/λ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരുന്നത്, r ഇൻറ്റു 1/n1ൻ്റെ വാല്യൂ 1 ആണ്. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. സോ 1/λ ഈസ് ഈക്വൽ ടു r ഇൻറ്റു 1 മൈനസ് 1/4. സോ 1/λ ഈസ് ഈക്വൽ ടു r ഇൻറ്റു 3/4 എന്ന് വരും. സോ λ ഈസ് ഈക്വൽ ടു എത്ര ഇരിക്കും, 4 എന്ത് വരും, 4/3r എന്ന് വരും. യെസ്, അപ്പോൾ ഇവിടുന്ന് 1/rൻ്റെ വാല്യൂ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. എത്രയാണ്, 911 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഇൻ ആംസ്ട്രോങ്. നമ്മൾ ആംസ്ട്രോങ് റേഞ്ചിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് λ ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു 911 ആംസ്ട്രോങ്, അഥവാ അത് നമുക്ക് 910 ആയിട്ട് അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ λ ഈസ് ഈക്വൽ 900. അപ്പോൾ 9ഉം 3ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 9 3 എത്ര ടൈംസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ദാറ്റ് ഇസ് 3 ടൈംസ്. അപ്പോൾ 3ഉം 4ഉം നമുക്ക് അപ്പം 12. അപ്പോൾ 12 1 3 പോയിന്റ് സംതിങ് ആയിരിക്കും. അത്രയും ആംസ്ട്രോങ് ആണ് നമുക്ക് കിട്ടുന്നത്. 1 2 1 3 പോയിന്റ് സംതിങ് ആംസ്ട്രോങ് റേഞ്ച് ആയിരിക്കും വേവ് ലെങ്ത് വരുന്നത്. നോക്കണേ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഓപ്ഷനൊക്കെ നാനോമീറ്റർ ആണ്. അപ്പോൾ λ ഈസ് ഈക്വൽ ടു 1 to 1 പോയിന്റ് സംതിങ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇൻ നാനോമീറ്റർ റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. സോ റൈറ്റ് ആൻസർ 1 to 1 പോയിന്റ് സംതിങ്. സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ദ അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ആണ്. നമ്മൾ 911 അല്ല എടുത്തുള്ളത്, നമ്മൾ 900 എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു നിയറസ്റ്റ് വാല്യൂ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായാലും ഓപ്ഷൻ ബി തന്നെയാണ്. 1 to 1.8 നാനോമീറ്റർ ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ മക്കളെ, ഓക്കെ ആണല്ലോ? യെസ് യെസ് യെസ്, ഓക്കെ. യെസ്, നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്. തന്നിരിക്കാൻ നോക്കണേ. എ ഹൈഡ്രജൻ ആറ്റംസ് initially in the ground state is excited by absorbing a photon of wavelength 980 angstrom. The radius of atom, okay, radius of atom in the excited state is, ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് ആറ്റം, ഈ ആറ്റത്തിൻ്റെ റേഡിയസ് കാണാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ്. ഓക്കെ, നോക്കാം. അപ്പോൾ എന്തായിരുന്നാലും ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റം ഇനീഷ്യലി അറ്റ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ആ ഒരു ഹൈഡ്രജൻ ആറ്റം ഇനീഷ്യലി ഇവിടെ ഇരിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഉള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ, ഇനീഷ്യലി അറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണുള്ളത്. ഇത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഇതെന്ത് ചെയ്യാൻ പോവാണ്, ഇറ്റ്സ് അബ്സോർബിങ്, എന്ത് ചെയ്യുന്നു, അബ്സോർബിങ് എ ഫോട്ടോൺ, ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിക്കട്ടോ, വളരെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റമാണ്. ശ്രദ്ധിക്കണേ, ഒരു ഹൈഡ്രജൻ ആറ്റമാണ് തന്നിരിക്കുന്നത്.
ഓക്കെ, ഹൈഡ്രജൻ ആറ്റം ഇനീഷ്യലി അത് എവിടെയായിരുന്നു? ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ഇനീഷ്യലി അറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, അബ്സോർബിങ് എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 980 ആണ് തന്നിരിക്കുന്ന വേവ് ലെങ്ത്. 980 വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. സോ വി വാണ്ട് ടു ഫൈൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നോക്കിക്കേ, അബ്സോർബ്സ് എ ഫോട്ടോൺ അബ്സോർബ് ചെയ്യുന്നു. ഓഫ് വേവ് ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? വേവ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഓഫ് വേവ് ലെങ്ത് 980 ആംസ്ട്രോങ് ആണ് തന്നിരിക്കുന്നത്. സോ വി ക്യാൻ ഫൈൻഡ് ദിസ് വാല്യൂ. മക്കളെ ഒന്ന് കണ്ടു നോക്കിയേ, ഏത് ഇക്വേഷൻ വെച്ചാണ് നമ്മളിത് കാണേണ്ടത്? സോ വളരെ ഈസി ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. ശ്രദ്ധിക്കുക. സോ കാണാൻ പറഞ്ഞിരിക്കുന്ന റേഡിയസ് ഓഫ് എൻ ആറ്റം ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് ബോർ റേഡിയസ്. ബോർ റേഡിയസിൽ ഉണ്ടാകുന്ന നമുക്ക് ബോർ റേഡിയസിൻ്റെ ടേമിലാണ് നമുക്ക് ഈ കാണുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ? ശ്രദ്ധിക്കണേ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? വളരെ കൃത്യമായിട്ട് കണ്ടു നോക്കാം. ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളാണ്. എനർജിയുടെ ഇക്വേഷനൊക്കെ നമുക്കറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നോക്കട്ടാ. ശ്രദ്ധിച്ചു നോക്കി. എനർജിയുടെ ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡയാണ്. ഓക്കെ, യെസ്, E ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡയാണ് നമുക്ക് കിട്ടുന്നത്. hc ബൈ ലാംഡ. അങ്ങനെയാണെങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു hc എന്ന് പറഞ്ഞാൽ 12500 ഡിവൈഡ് ബൈ ലാംഡ. ലാംഡ നമുക്ക് ഇവിടെ തരുന്നത് 980 ആണ്. സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ് നമുക്ക് എത്ര കിട്ടുന്നത്? ദാറ്റ് ഈസ് 12.75 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും എനർജി നമുക്ക് കിട്ടുന്നത്. ഓർത്തിരിക്കണേ, എനർജി ഈസ് ഈക്വൽ ടു 12.75 ഇലക്ട്രോൺ വോൾട്ട് എനർജി ആണുള്ളത്. ഓക്കെ, എനർജി ഓഫ് ഫോട്ടോൺ. ഓക്കെ, ഇതാണ് ആ ഫോട്ടോണിൻ്റെ എനർജി ഉള്ളത്. യെസ്, ഫോട്ടോണിൻ്റെ എനർജി നമുക്ക് കിട്ടി. നോക്കണം. അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റ് നോക്കണം. nth ഓർബിറ്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രോണിന്റെ എനർജി എത്രയായിരിക്കും? അതിന് En എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ പഠിച്ചിട്ടുണ്ട്. എത്ര? -13.6 ഡിവൈഡഡ് ബൈ n² ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രാൻസിഷൻ നടക്കുന്നത് എവിടുന്ന് എങ്ങോട്ടാണ്? ദ റേഡിയസ് ഓഫ് എൻ ആറ്റം അല്ലെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് En മൈനസ് എന്ത് പറയാം? E1 ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡഡ് ബൈ 1/n². ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ എൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, -1 കൊടുക്കാം. യെസ്, സോറി, നേരെ തിരിച്ച് പറയാം. യെസ്. ഓക്കെ, 13.6 ഇൻറ്റു 1/1² മൈനസ് 1/n² എന്ന് പറയാം. നോക്കേ, അപ്പോൾ ഈ കാണുന്ന ചേഞ്ച് ഇൻ എനർജിയാണ് ആ ഒരു ഫോട്ടോണിൻ്റെ എനർജി ഉള്ളത്. നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ വളരെ കൃത്യമായിട്ട് പഠിച്ചതാണ്. ബോറിൻ്റെ 3rd പോസ്റ്റ്ലേറ്റ്സ് ആണ്. അപ്പോൾ En മൈനസ് E1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എനർജി ഓഫ് ദാറ്റ് ഫോട്ടോൺ. അത് ആ ഫോട്ടോൺ എനർജി ആയിരിക്കും. അത് 12.75 EV ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 13.6 ഇൻറ്റു 1/1² മൈനസ് 1/n² എന്ന് വരും. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് n. ഇവിടുന്ന് എന്ത് ചെയ്യാം? എന്നിൻ്റെ വാല്യൂ നമുക്ക് കാണാം. നോക്കിക്കേ, ഇവിടുന്ന് വളരെ കൃത്യമായിട്ട് വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് n. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുക. സോ 1/n² വരും. സോ കിട്ടുന്നത് എത്രയാ? 12.75 ഡിവൈഡഡ് ബൈ 13.6 ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/n². സോ ഇതിനെന്ത് ചെയ്യണം? നമുക്ക് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. പറഞ്ഞേ, ഫസ്റ്റ് 12.75 ഡിവൈഡഡ് ബൈ 13.6 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വാല്യൂ അപ്രോക്സിമേറ്റ് 0.93 റേഞ്ച് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, 0.9 സംതിങ്. ഓക്കെ, 1 മൈനസ് 1/n². സോ 1/n² ഇവിടെ വരുമ്പോൾ 1/n² ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.93 എന്ന് കിട്ടുമല്ലോ. ഓക്കെ, സോ 1 മൈനസ് നമുക്ക് എന്താ കിട്ടുന്നത്? 0.93 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വാല്യൂ 0.07. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, 0.07 സംതിങ് വരും. നമുക്കതിനെ 8 ആയിട്ടൊക്കെ റൗണ്ട് ചെയ്യാം. സോ n ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? അപ്രോക്സിമേറ്റ് ടു 4 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓർത്തിരിക്കണേ, എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ് 4. n ഈസ് ഈക്വൽ ടു 4 കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് 4 കിട്ടിക്കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കുക കേട്ടോ, n വാല്യൂ 4 ആണ് എങ്കിൽ ഇനി വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. ഓക്കെ, അപ്പോൾ n കിട്ടി. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കണ്ടു. എന്നിൻ്റെ വാല്യൂ കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ബോർ റേഡിയസ് ആയിട്ട് കാണാം. എന്താ നമ്മുടെ ഇക്വേഷൻ ഉള്ളത്? ദാറ്റ് ഈസ് Rn ഈസ് ഈക്വൽ ടു n² ബോർ റേഡിയസ്. ബോർ റേഡിയസ് ക്വസ്റ്റ്യൻ പ്രകാരം A0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Rn ഈസ് ഈക്വൽ ടു ഇവിടെ 4 വരും. 4ൻ്റെ സ്ക്വയർ എത്ര ഇരിക്കും? ദാറ്റ് ഈസ് 16A0. സോ 16A0 ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണം, 16A0 ആണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത്.
യെസ്, ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് പറയാം, ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പിലേക്ക് പോകാം, ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിക്കണേ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. എ കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ XY പ്ലെയിൻ ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നോക്കണേ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു XY പ്ലെയിനിൽ കെപ്റ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക കേട്ടോ, മാഗ്നറ്റിക് ഫീൽഡ് എന്നിട്ടുണ്ട്. യെസ്, ഓക്കെ, റൈറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് എന്നിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാഗ്നറ്റിക് ഫീൽഡ് എന്നിട്ടുണ്ട്, ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആണ്, വെക്ടർ ആയിട്ട് തന്നെ തന്നിരിക്കുന്നത്. ഇത് റേഡിയസ് ഓഫ് ദി ലൂപ്പ് ഈസ് 1 മീറ്റർ. ലൂപ്പിന്റെ റേഡിയസ് 1 മീറ്റർ ആണ്. ദ ഇൻഡ്യൂസ്ഡ് EMF ഓഫ് ദി ലൂപ്പ് ഈസ് 2 സെക്കൻഡ്സ്. ഓക്കെ, 2 ടൈം വന്നിട്ടുണ്ട്, ഇൻഡ്യൂസ്ഡ് EMF വന്നിട്ടുണ്ട്. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് N. ഓർത്തിരിക്കണേ, Nന്റെ വാല്യൂ കാണാനാണ്. സോ വളരെ കൃത്യമായിട്ട് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കാട്ടോ. സോ വി ക്യാൻ ഫൈൻഡ് സോ B നോക്കണേ. അതേപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഏരിയ നമുക്ക് ഇവിടുന്ന് കാണാം. യെസ്, നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ദാറ്റ് 3t² J ക്യാപ്പ് പ്ലസ് 3t ക്യൂബ് ആണ്. ഓക്കെ, 3t² K ക്യാപ്പ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏരിയ നമുക്കറിയാം എന്താ കിട്ടുന്നത്, πr². ഓക്കെ, റേഡിയസ് 1 ആണ്. അപ്പോൾ π × 1², ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം, π ആണ് റേഡിയസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏരിയ നോക്കട്ടെ, ശ്രദ്ധിക്കട്ടോ. ഇഫ് ദി റേഡിയസ് ഓഫ് ദി ലൂപ്പ് ഈസ് 1 മീറ്റർ, ഇറ്റ് ഈസ് ആ സർക്കുലർ ലൂപ്പ് ഏത് പ്ലെയിനിലായിരിക്കുന്നത്, XY പ്ലെയിനിലാണ്. യെസ്, റൈറ്റ്. അപ്പോൾ ഏരിയ വെക്ടർ നമുക്ക് കാണാം. ഏരിയ വെക്ടർ സർക്കുലർ XY പ്ലെയിനിലായതുകൊണ്ട് അതിൻ്റെ ഏരിയ വെക്ടർ പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നമുക്ക് Z ഡയറക്ഷനിലാണ് കിട്ടുന്നത്. അപ്പോൾ K ക്യാപ്പ് എന്നാണ് നമുക്ക് ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഫ്ലെക്സ് കാണാലോ. ഫ്ലെക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കാണാലോ. സോർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് φ = B.A ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലെക്സിന്റെ ഇക്വേഷൻ ഉള്ളത്. ഓർത്തിരിക്കണം, B.A. അത് 2 ഡോട്ട് ചെയ്യുമ്പോൾ ഇവിടെ J ക്യാപ്പ് ക്യാൻസൽ ആയി പോകും. K ക്യാപ്പിനെ നമുക്ക് ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3t² π എന്ന് കിട്ടും. ഓർത്തിരിക്കണേ, 3t² π ആയിരിക്കും നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫ്ലെക്സ്. ഫ്ലെക്സ് കിട്ടിയാൽ നമുക്കിനി EMF കാണാം. പറഞ്ഞ എന്താ EMFന്റെ ഇക്വേഷൻ, E = dφ/dt ആണല്ലോ മക്കളെ, dφ/dt ആണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, dφ/dt, φ എന്ന് പറഞ്ഞാൽ 3t². അപ്പോൾ 3π പുറത്തെടുക്കാം, ബാക്കി dt²/dt ആണ്. പറഞ്ഞു നോക്കൂ, എന്താ t² ഡിഫറൻഷ്യൽ 2t ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ 3π × 2t ആണ്. ദാറ്റ് ഈസ് E = 6πt ആണ് നമുക്ക് അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം, ആ ടിക്ക് വാല്യൂ എടുക്കണം. തന്നിരിക്കുന്ന ടൈം എത്രയാ, 2 സെക്കൻഡിൽ ഉണ്ടാകുന്ന EMF ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 × 6 എത്രയായിരിക്കും, 12π ആണ് നമുക്ക് കിട്ടുന്നത്. ഓർത്തിരിക്കണേ, 12π വോൾട്ട് ആയിരിക്കും EMF എന്ന് പറഞ്ഞാൽ. ഓർത്തിരിക്കണം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈസ് N/V പറഞ്ഞേ. അപ്പോൾ Nന്റെ വാല്യൂ എത്രയായിരിക്കും, ദാറ്റ് ഇസ് നോ ഡൗട്ട് N = 12. ഓർത്തിരിക്കണേ, Nന്റെ വാല്യൂ 12 വോൾട്ട് ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. യെസ്, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. ഇവിടെ തന്നിരിക്കുന്നത് എ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് 100 ഓം, ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് 1 ഹെൻറി ആൻഡ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 6.25 is connected to an AC supply. The quality factor, so you want to find the quality factor. മക്കളെ, ക്വാളിറ്റി ഫാക്ടർ ആണ് കാണേണ്ടത്. പറഞ്ഞ Q വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞ എന്താ Q വാല്യൂ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ, XL/R ആണ് ഇക്വേഷൻ. നോക്കിക്കേ, അപ്പോൾ XL/R അല്ലെങ്കിൽ X/R, XL എന്ന് പറഞ്ഞാൽ ഒമേഗ, L ഒമേഗ. അപ്പോൾ L ഒമേഗ/R ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാമല്ലോ. വെരി സിമ്പിൾ. പക്ഷേ ഇവിടുന്ന് നമുക്ക് ഒമേഗ തന്നിട്ടില്ല. കണ്ടോ, ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പക്ഷെ ഒമേഗ തന്നിട്ടില്ല. സോ യു വാണ്ട് ടു ഫൈൻഡ് ദി ഒമേഗ. പറഞ്ഞ ഒമേഗ എങ്ങനെ കാണാം, ഒമേഗ = 1/√LC ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒമേഗ ഫൈൻഡ് ഔട്ട് ചെയ്യാം ആണല്ലോ. അപ്പോൾ ഒമേഗ കാണണമെങ്കിൽ ഇന്ന് നോക്കി 1/√L ഇൻഡക്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, ദാറ്റ് ഈസ് 1 ഹെൻറി ആണ് തന്നിരിക്കുന്നത് ഇൻഡക്റ്റൻസ്. പറഞ്ഞ C കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. കപ്പാസിറ്റൻസ് പറയുന്നത് 6.25 × 10⁻⁻6 ആണ് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. 10⁻⁻6ന്റെ ക്യൂബ് 10⁻³ ആയിരിക്കും, -3 ആയിരിക്കും. അത് മുകളിൽ പോകുമ്പോൾ 10⁻³ വരും. ഡിവൈഡഡ് ബൈ താഴെ 6.25 × 1 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുന്നത്, 2.5 കിട്ടും. 25ന്റെ റൂട്ട് സ്ക്വയർ റൂട്ട് ആണല്ലോ.
അല്ലേ 625 സ്ക്വയർ റൂട്ട് ആണല്ലോ 25. യെസ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഒമേഗ കിട്ടിയല്ലോ. ഒമേഗ കിട്ടിയാൽ ഇനി വളരെ കൃത്യമായിട്ട് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 ഡിവൈഡ് ബൈ 2.5 എന്ന് പറഞ്ഞാൽ ഏകദേശം 400 ആണ് നമുക്ക് ഒമേഗൻ്റെ വാല്യൂ കിട്ടുന്നത്. സോ വി ക്യാൻ ഫൈൻഡ് ദി ക്യൂ ഫാക്ടർ ഒമേഗ എൽ. അപ്പോൾ 400 ഇൻറ്റു എൽ ഇൻഡക്റ്റൻസ് ഇൻറ്റു 1 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയായിരിക്കും 100 ആണ്. സോ 0 ക്യാൻസൽ. സോ ആൻസർ ഈസ് എന്തായിരിക്കും 4. സോ 4 ഇസ് ദി ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ് വരുന്നത് 4 ആണ്. ഓർത്തിരിക്കണം. സോ ഇറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. Here, a thin cylindrical rod of length 10 cm is placed horizontally on the principal axis of a concave mirror of focal length 20 cm. The rod is placed in a such a way that the midpoint of the rod at 40 cm from the pole of mirror. The length of the image is formed by the mirror will be x by 3 cm. The value of x. x ന്റെ വാല്യൂ ആണ് കാണേണ്ടത്. നോക്കണേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഞാൻ ജസ്റ്റ് ഡയഗ്രം ഒന്ന് ഡ്രോൺ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കാട്ടോ, ജസ്റ്റ് സിമ്പിളായിട്ട് ഡയഗ്രം നോക്കണേ. എന്താ ഡയഗ്രം പറഞ്ഞിരിക്കുന്നത്? ഒരു കോൺകേവ് മിറർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ. ശ്രദ്ധിക്കാട്ടോ. സോ ഇറ്റ് ഈസ് എ കോൺകേവ് മിറർ. ഇതായിരുന്നു നമ്മുടെ കോൺകേവ് മിറർ. ഈ കോൺകേവ് മിററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റോഡ് 10 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള റോഡിനെയാണ് കെപ്റ്റ് ചെയ്യുന്നത്. 10 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള റോഡിനെയാണ് കെപ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാ? ഇത് പ്രിൻസിപ്പൽ ആക്സിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കെപ്റ്റ് ചെയ്യുന്നത്. യെസ്. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ ഈസ് 20 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, റോഡ് എങ്ങനെയാണ് കെപ്റ്റ് ചെയ്യുന്നത്? 40 സെൻറ്റിമീറ്റർ. ദ മിഡ് പോയിന്റ് ഓഫ് ദി റോഡ് ഈസ് 40 സെൻറ്റിമീറ്റർ ഫ്രം ദി പോൾ ഓഫ് ദി മിറർ. അപ്പോൾ മിററിൻ്റെ സെൻറ്ററിൽ നിന്നും ഉണ്ടോ, മിററിൻ്റെ പോളിൽ നിന്നും ഒരു 40 സെൻറ്റിമീറ്റർ സെൻറ്ററിലായിട്ടാണ്, അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ ആണ് ആ റോഡിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്നത്. അഥവാ ഇതാണ് റോഡ് വെച്ചിരിക്കുന്ന അർത്ഥം. ഇങ്ങനെയാണ് റോഡ് ഉള്ളത്. കണ്ടോ, ഹൊറിസോണ്ടലി ഇങ്ങനെയാണ് റോഡ്. ആ റോഡിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് ഈ കാണുന്നത്. യെസ്, സോ ഇറ്റ് ഈസ് ദി സെൻറ്റർ പോയിന്റ്. ഓക്കെ, അത് 40 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇങ്ങനെ റോഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാ? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് റോഡിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് 10 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മോട് കാണാൻ പറഞ്ഞത് ദ ലെങ്ത് ഓഫ് ദി ഇമേജിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നോക്കുക, ഈ റോഡിന് ജസ്റ്റ് നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിനെ ഞാൻ എന്ത് വിളിക്കാൻ പോവാണ്? എ എന്നോ അല്ലെങ്കിൽ ബി എന്നോ രണ്ട് ഡിഫറെൻറ്റ് നെയിം കൊടുക്കാൻ പോകാം കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയേ. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈ കാണുന്ന പോയിന്റിനെ എ എന്ന് വിളിക്കുന്നു. ഈ എൻഡ് പോയിന്റിനെ ഞാൻ ബി എന്ന് വിളിക്കുന്നു. നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഇതാണ്. ഇനി ഒരു കാര്യം ഉറപ്പാണ്, എ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? എ എന്ന് പറഞ്ഞ ഈ ജസ്റ്റ് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഒബ്ജക്റ്റും ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇമേജ് കിട്ടുമല്ലോ. ആ ഇമേജിൻ്റെ പൊസിഷൻ എവിടെ നോക്കിയാൽ മതിയല്ലോ. യെസ്. അതേപോലെ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇമേജ് കിട്ടുമല്ലോ. ആ ഇമേജിൻ്റെ പൊസിഷൻ കാണാമല്ലോ. എന്നിട്ട് രണ്ട് പോയിന്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കണ്ടാൽ മതിയല്ലോ. അതായിരിക്കുമല്ലോ ഈ റോഡിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, ജസ്റ്റ് കാണാൻ പോവുകയാണെ. അപ്പോൾ നമുക്ക് രണ്ട് ഇമേജ് കാണാൻ പോകുന്നു. സോ വളരെ കൃത്യമാണ്, വളരെ സിമ്പിളാണ്. ശ്രദ്ധിക്കാട്ടോ. ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കി. ഒന്നാമതായിട്ട് നമുക്ക് ഇവിടുന്ന് കാണേണ്ടത് ഫസ്റ്റ് എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് കാണാം. എ എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് ഒബ്ജക്റ്റിൻ്റെ ഇമേജ്. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് യു എ കാണാം. യു എ ഇത് ഞാൻ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ, ഈ പോയിന്റ് ആണ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ യു എ. അപ്പോൾ 40 പ്ലസ് എത്ര ഇരിക്കും? ദാറ്റ് ഈസ് 5 ആയിരിക്കും. അപ്പോൾ യു എ എന്ന് പറഞ്ഞാൽ എത്ര ഇരിക്കും? 45 സെൻറ്റിമീറ്റർ ആയിരിക്കും. മൈനസ് 45 സെൻറ്റിമീറ്റർ ആയിരിക്കും. റൈറ്റ്? യെസ്. അപ്പോൾ ഇനി നോക്കണം, ഇതുപോലെ ബാക്കി നോക്കണേ. ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ യു എ കിട്ടി, ഫോക്കൽ ലെങ്ത് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? വി എ കാണാം. ഫോക്കൽ ലെങ്ത് എത്ര എന്നിരിക്കുന്നത്? എഫ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അത് കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആണ്. യെസ്, റൈറ്റ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? വി എ കാണാം. ഏത്? ബൈ യൂസിങ് മിറർ ഫോർമുല 1/VA പ്ലസ് 1/UA ഈസ് ഈക്വൽ ടു 1/F. നോക്കി ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാം 1/VA ഈസ് ഈക്വൽ ടു 1/F മൈനസ് 1/UA. സോ 1/VA ഈസ് ഈക്വൽ ടു 1/F എത്രയാ? -20 ആണ്. മൈനസ് 1/U എത്രയാ? -45 ആണ്. ഇവിടുന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. വി ക്യാൻ ഫൈൻഡ് ദി VA. സോ ശ്രദ്ധിക്കുക, 1/VA ഈസ് ഈക്വൽ ടു 1/45 മൈനസ് 1/20 ആണല്ലോ. 1/VA ഈസ് ഈക്വൽ ടു 20 മൈനസ് 45 ഡിവൈഡഡ് ബൈ 45 ഇൻറ്റു 20. സോ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്ര ആയിരിക്കും? ദാറ്റ് ഈസ് -1/36 ആണ്.
ദാറ്റ് ഈസ് വി എ. ഇവിടുന്ന് നമുക്ക് വി എ കിട്ടും. പറഞ്ഞ വി എ ഈസ് ഈക്വൽ ടു 36 സെൻറ്റിമീറ്റർ ആണ്, നമുക്ക് -36 സെൻറ്റിമീറ്റർ ആണ്, ഓർത്തിരിക്കണം. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇമേജ് നമുക്ക് കിട്ടുന്നത് ഏത് പോയിന്റിലാണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് -36, ഓർത്തിരിക്കണം. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ മറന്നു പോകരുത്, -36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 40 ആണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് എന്ത് കിട്ടും? -36 എന്ന് പറഞ്ഞ പോയിന്റിലാണ് കിട്ടുന്നത്. യെസ്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെയാണ് കിട്ടുന്നത് നോക്കണം. ബി എന്ന് പറഞ്ഞ പോയിന്റ് ഒബ്ജക്റ്റ് ഇതാണല്ലോ. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ഏത് പോയിന്റ് ആണ് കിട്ടുന്നത് നമുക്ക് ശ്രദ്ധിക്കാം, നോക്കട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് കാണാൻ പോവാണ്. അപ്പോൾ യു ബി എടുക്കുന്നു. യു ബി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് 40 - 10 ആയിരിക്കും. ദാറ്റ് ഈസ് 30 ആണ് നമ്മുടെ യു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രദ്ധിക്കണേ, യു ബി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ യു ബിൻ്റെ വാല്യൂ 30 അല്ല, നമുക്ക് 5 വരും അല്ലേ. ഇത് 40 - 5, അപ്പോൾ 35 വരും. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 35 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? യു ബി കിട്ടുന്നത് 35 സെൻറ്റിമീറ്റർ. -35 ആയിരിക്കും യു ബി. ഇതായി ഡിസ്റ്റൻസ് -35, ആ 35 സെൻറ്റിമീറ്റർ ആണ്. റൈറ്റ്, 40 - 5. ഓക്കെ, അപ്പോൾ യു ബി -35 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നോക്കിക്കേ, അവിടുത്തെ ഫോക്കൽ ലെങ്ത് നമുക്കറിയാം എത്ര തന്നെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വി ബി കാണാം. നോക്കിക്കേ, 1/VB ഈസ് ഈക്വൽ ടു 1/F -1/+ എന്ത് വരും? 35 എന്ന് വരും. ശ്രദ്ധിക്കണം, 35. അപ്പോൾ അഥവാ 1/VB ഈസ് ഈക്വൽ ടു 1/35 - 1/20. അതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 20 - 35 ഡിവൈഡഡ് ബൈ 35 ഇൻറ്റു എന്ത് കിട്ടും? 20 എന്ന് വരും. ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ദി വി ബി. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടുന്ന് വി ബി നമുക്ക് കിട്ടുമ്പോൾ ഇതിന് അപ്രോക്സിമേറ്റ് ഇവിടെ 700, അവിടെ 15. അപ്പോൾ മൈനസ് എന്ത് വരും? 700 ഡിവൈഡഡ് ബൈ 15 എന്നാണ് നമുക്ക് വി ബി ഇമേജ് ഡിസ്റ്റൻസ് കിട്ടുന്നത്. അതിനെ നമുക്ക് വീണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വി ബി വീണ്ടും ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് വി ബി ഈസ് ഈക്വൽ ടു 5. സോ എത്ര കിട്ടുന്നത്? -140 ഡിവൈഡഡ് ബൈ 3 സെൻറ്റിമീറ്റർ ഈസ് ദി ആൻസർ എന്ന് കിട്ടുന്നു. ഓക്കെ, 140 ഡിവൈഡഡ് ബൈ 3 സെൻറ്റിമീറ്റർ. ശ്രദ്ധിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോക്കിക്കേ, നമുക്ക് ബി എന്ന് പറഞ്ഞ ഇമേജിൻ്റെ പൊസിഷനും കിട്ടി, എ എന്ന് പറഞ്ഞ ഇമേജിൻ്റെ പൊസിഷനും കിട്ടി. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടിട്ട് ആ മാഗ്നിറ്റ്യൂഡിൻ്റെ സെപ്പറേഷൻ കണ്ടാൽ മതി. ഓർത്തിരിക്കണം, ഇതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ് നമുക്ക് എന്ത് കിട്ടും? ഒരു 46.6 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടും. നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഇമേജിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. ആ ഇമേജ് വി എ എന്ന് പറഞ്ഞ വി ബി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടുന്നത് -46. അപ്പോൾ 40 കുറച്ചും കൂടി ഇപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ ഒരു വാല്യൂ കിട്ടുന്നതായിരിക്കും -46. അതിൻ്റെ ഇമേജ് ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വി ബി. പറഞ്ഞ് വി എവിടെ ഇടുന്നത്? -36 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടേക്കായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കും? ആ വി എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്. അപ്പോൾ ഇതായിരിക്കും അതിന് ലെങ്ത് ഉണ്ടാവുക. നോക്കട്ടോ, ഇതാണ് ഇതിന് ലെങ്ത് ഉണ്ടാവുക. ആ ലെങ്ത് ആണ് കാണേണ്ടത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഡിസ്റ്റൻസ് നോക്കി നോക്കി. വി ബി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് വി എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, വി ബി, ഇതാണ് വി എ. അപ്പോൾ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമേജിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇനി ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം. മക്കളെ പറഞ്ഞു നോക്കിയേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നു ലെങ്ത് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? വി ബി മൈനസ് എന്തായിരിക്കും? വി എ. മാഗ്നിറ്റ്യൂഡ് എടുത്ത് എന്ത് ചെയ്താൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. നോക്കി, അപ്പോൾ വി ബിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? വി എന്നെ സബ്ട്രാക്ട് ചെയ്യാം. സോ അതിന് രണ്ടിനെയും നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇത് 46.6 - 36 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 10.6 സെൻറ്റിമീറ്റർ സംതിങ്. 10.6 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണാനാ x/3. ഒരു സംശയമില്ല, x/3 ആണ് കാണേണ്ടത്. അപ്പോൾ ഏകദേശം നമുക്ക് x/3 എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 33 അല്ലേ, ഏകദേശം ആ റേഞ്ചൊക്കെ വരുന്നുണ്ടായിരിക്കും. ബൈ എന്ത് പറയാം? ദാറ്റ് ഈസ് 3. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ് എന്ത് കിട്ടും? 33. ഏകദേശം ആ റേഞ്ച് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? വാല്യൂ കിട്ടുന്നത്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇവിടുന്ന് നമുക്ക് സോൾവ് ചെയ്യാം. 140/3 എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ /3 ഫോമിലേക്ക് വരും. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. കൃത്യമായിട്ട് കാണാം എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെയും വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണല്ലോ, എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്.
നോക്കി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്ന് വളരെ കൃത്യം ദ വിഡ്ത്ത് ഓഫ് വൺ ഓഫ് ദി ടു സ്ലിറ്റ്സ് ഓഫ് യങ് ഡബിൾ സ്ലിറ്റ് 3 times ഓഫ് ദി അതർ സ്ലിറ്റ്. സ്ലിറ്റിന്റെ വിഡ്ത്തിന്റെ റേഷ്യോ എന്നിട്ടുണ്ട് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ദി സ്ലിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ലിറ്റ് ഓഫ് വിഡ്ത്ത്. ദ റേഷ്യോ ഓഫ് മിനിമം ആൻഡ് മാക്സിമം ഇന്റൻസിറ്റി ഇൻ ദി ഇന്റർഫെറൻസ് പാറ്റേൺ വിൽ ബി. നമുക്കൊരു കാര്യം അറിയാം, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത് ആണ്. മാത്രമല്ല ഇന്റൻസിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. സോ വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത് സ്ക്വയർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിന്റെ റേഷ്യോ ഒന്ന് കണ്ടു നോക്കിയേ. I2 ഡിവൈഡഡ് ബൈ I1 ഈസ് ഈക്വൽ ടു വിഡ്ത്ത് 2 ഡിവൈഡഡ് ബൈ വിഡ്ത്ത് 1 എന്ന് വരും, സ്ക്വയർ എന്ന് വരും. വിഡ്ത്തിന്റെ റേഷ്യോ നോക്കി നോക്കിയേ 3 times ആണ്. അപ്പോൾ ഫസ്റ്റ് 1 ω1 W1, രണ്ടാമത്തെ എന്ത് വരും 3W1 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 9:1 ആയിരിക്കും ഇവിടെ ഇന്റൻസിറ്റി റേഷ്യോ വരുന്നത്. അപ്പോൾ ഇന്റൻസിറ്റി റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, I മാക്സിമ ഡിവൈഡഡ് ബൈ I മിനിമ കാണാമല്ലോ. ശ്രദ്ധിക്കണം, I മാക്സിമ ഡിവൈഡഡ് ബൈ I മിനിമ കാണാം. എങ്ങനെ I മാക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √I1 + √I2 എത്രയാണ് 9 ആണ്. അപ്പോൾ 9ന്റെ റൂട്ട് എത്രയായിരിക്കും 3 ആണ് അല്ലേ. ഡയറക്റ്റ് നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. എന്തായാലും ഇക്വേഷൻ നോക്കിക്കോളൂ. ഇക്വേഷൻ നമുക്കറിയാം √I1 + √I2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √I1 - √I2 ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നോക്കി നോക്കിയേ √I1 നമുക്ക് കിട്ടൂലേ. യെസ് 9. അപ്പോൾ 9ന്റെ റൂട്ട് എത്രയായിരിക്കും, ദാറ്റ് ഈസ് 3 വരും മൈനസ് അല്ലേ I. ശ്രദ്ധിക്കട്ടോ, ഇവിടെ I മിനിമ ബൈ I മാക്സിമം ആണ്. ഓക്കെ, നമുക്ക് I മാക്സിമം ബൈ മിനിമം കണ്ടതിന് ശേഷം നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 3 - 1 ഹോൾ സ്ക്വയർ നമുക്ക് റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആൻസർ നോക്കി നോക്കിയേ എത്രയാ 3 + 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ എന്ന് വരും. നോക്കിക്കേ, ഇത് I മാക്സിമ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന 4 സ്ക്വയർ 16 ഡിവൈഡഡ് ബൈ എന്ത് വരും 2 സ്ക്വയർ 4 വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് 4 എന്നാണ് വാല്യൂ ആണ് വരുന്നത്. ഓർത്തിരിക്കണേ, ദാറ്റ് ഇസ് വാല്യൂ 4. ഇത് I മാക്സിമ ബൈ I മിനിമയാണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്, നേരെ തിരിച്ച്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത് I മിനിമ ഡിവൈഡഡ് ബൈ I മാക്സിമ ഈസ് ഈക്വൽ ടു 1/4 എന്ന് വരും. സോ വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ. സോ x ഈസ് 2 4. സോ 1:4 ഈസ് ദി ആൻസർ. സോ x ഈസ് 1. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും 1 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. നോക്കാം ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കി എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫോർ ദി ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം എ സർഫസ് ഇലുമിനേറ്റഡ് ബൈ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 6630 ആംസ്ട്രോങ് ഈസ് 0.42 വോൾട്ട്. If the threshold frequency is x 10⁻13 where the value of xന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഫോട്ടോ ഇലക്ട്രിക്കിന്റെ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. പറഞ്ഞ മക്കളെ, ഇവിടുന്ന് കൈനറ്റിക് എനർജി നമുക്ക് തന്നിട്ടുണ്ട്, അഥവാ EV എന്ന് പറയാം. അത് 0.42 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. ഓർത്തിരിക്കണം, 0.43 വോൾട്ട്. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടുന്ന് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം hν ഈസ് ഈക്വൽ ടു hν0 പ്ലസ് കൈനറ്റിക് എനർജി ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസി ν0 കാണാന്നുള്ളതാണ്. hν കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം hc/λ ആണ്. നമുക്ക് hν എന്ന് പറഞ്ഞാൽ ആണല്ലോ. ഓക്കെ, സോ അങ്ങനെ നോക്കി hc എന്ന് പറഞ്ഞാൽ 12400 ഡിവൈഡ് ബൈ 66 എന്ത് കിട്ടും 30 ആണല്ലോ. യെസ്, ഈസ് ഈക്വൽ ടു hν0 പ്ലസ് നമുക്ക് എന്ത് കിട്ടും 0.42 ഇൻ വോൾട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. ഇതിനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് 1240 ഡിവൈഡ് ബൈ 6 1 പോയിന്റ് സംതിങ് പോകും അല്ലേ. സോ ഏകദേശം 1 പോയിന്റ് നിയർലി ഈക്വൽ ടു 2 വളരെ അടുത്ത്, ഏകദേശം 7-9 റേഞ്ച്. ഇനി 9 എടുത്താലും കുഴപ്പമില്ല, 1.87 റേഞ്ച് വരുന്നുണ്ടായിരിക്കും. ഈസ് ഈക്വൽ ടു മൈനസ് ഈ 0.42 ഇപ്പുറത്തേക്ക് വരുന്നു, ഈസ് ഈക്വൽ ടു hν0 എന്ന് കിട്ടുന്നു. നോക്കി, അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് hν0 ഈസ് ഈക്വൽ ടു, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും 1.45 എന്ന് കിട്ടും. യെസ്, കണ്ടത് ν0 ആണ്. അപ്പോൾ ν0 ഈസ് ഈക്വൽ ടു 1.45 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത് 6.63 × 10⁻⁻34 ആണ് നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഉള്ളത്. ഓർത്തിരിക്കണേ, നമുക്ക് SI യൂണിറ്റിലാണ് ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ SI യൂണിറ്റ് ആണ്. ഇലക്ട്രോൺ വോൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം, വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതൊക്കെ EV റേഞ്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു എന്ത് ചെയ്യണം 1.6 × 10⁻⁻19 കൂടി സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഏകദേശം 1.1 1.6. സോ
10⁻19 ക്യാൻസൽ ചെയ്യാം. 3.5 ഇൻറ്റു 10⁻2 എന്ത് വരും? 14 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. നോക്കി, അവ തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ എക്സ് ഇൻറ്റു 10⁻13 ആണ്. അപ്പോൾ 10⁻13 കൊണ്ടുവരണമെങ്കിൽ ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ 35 ഇൻറ്റു 10⁻2 എന്ത് കിട്ടും? 13. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര ഇരിക്കും? ഇറ്റ്സ് 35 ഈസ് ദി വാല്യൂ ഓഫ് എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു 35. ഓർത്തിരിക്കണം. അപ്പോൾ 35 ആണ് നമുക്ക് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്, ഓർത്തിരിക്കണം. അപ്പോൾ ഇതുപോലുണ്ടാകുന്ന നമുക്ക് ഡിഫറെൻറ്റ് JEE സെക്ഷൻ ക്വസ്റ്റ്യൻസുകളുമായിട്ട് നമ്മുടെ ലൈവ് സീരീസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക, കണ്ടു നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടാനുണ്ട്. എങ്ങനെ മറ്റു ചാപ്റ്ററുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സെക്ഷൻ കൊണ്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ സീരീസ് തുടർച്ചയായിട്ട് കാണണം. നമുക്ക് എന്ത് ചെയ്യാം, മറ്റു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു.